ഹലോ, ഓഡിയോയും വീഡിയോയും ഒക്കെ ആണെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യാവോ? ഹായ് സീന, ഒരു മെസ്സേജ് അയക്കാവോ ഓഡിയോയും വീഡിയോയും ഒക്കെ ആണെങ്കിൽ? ഹലോ, ഹായ് മിനിജ, ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യാവോ ഓഡിയോയും വീഡിയോയും ഒക്കെ ആണോന്ന്? ഹായ് ജോബി. ഓ, താങ്ക് യു. എനിക്കൊരു ഇച്ചിരി ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നേ, അപ്പൊ അതുകൊണ്ട് ഒരു ഫ്യൂ മിനിറ്റ്സ് ലേറ്റ് ആയിപ്പോയി. സോ വി ജസ്റ്റ് ഗീവ് എ കപ്പിൾ ഓഫ് മിനിറ്റ്സ് എല്ലാവർക്കും ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട്. ഹായ് റേ ചേച്ചി. താങ്ക് യു റേ ചേച്ചി. മോർ പീപ്പിൾ ജോയിൻ ചെയ്യുന്നുണ്ട്. സോ നമ്മൾക്കൊരു 1 or 2 മിനിറ്റ്സ് കൊടുക്കാം. എനിക്കറിയാം 5 മിനിറ്റ്സ് ലേറ്റ് ആയി ഓൾറെഡി. മൈ അപ്പോളജീസ് ഫോർ ദാറ്റ്. നമ്മൾക്കൊരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ. ഞാൻ ഇതുവരെ ലൈവ് പോയിട്ടില്ല, ആദ്യമായിട്ടൊരു ലൈവ് പോകുന്നേ. ഹായ് റീന. ഹായ് ജിതിൻ. താങ്ക്സ് ഫോർ ജോയിനിങ് എല്ലാവർക്കും കേട്ടോ. ഓക്കെ, അന്നെങ്കിൽ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി നമ്മൾ ഫ്യൂ മിനിറ്റ്സ് ലേറ്റ് ആയതുകൊണ്ട്. പിന്നെ ഏതായാലും ഇത് റെക്കോർഡിംഗ് ആയിരിക്കുമല്ലോ, അപ്പൊ പിന്നെ നമ്മൾക്ക് ആർക്കെങ്കിലും വേറെ പിന്നെ വാച്ച് ചെയ്യണമെങ്കിൽ അവർക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, സോ ഗുഡ് ഈവനിങ് ടു എവ്രി വൺ. നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു ഇത്. ബാങ്ക് ഹോളിഡേ ആയിരുന്നു, സൺഡേ ആണ്, പിന്നെ നാളെ സ്കൂൾ ഓഫാ. നമ്മൾക്ക് എന്തെല്ലാം ഡിഫറെന്റ് ആയിട്ട് ചെയ്യായിരുന്നു അല്ലേ. ഒരു പാർട്ടിക്ക് പോവായിരുന്നു, അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ നമുക്ക് ഒരു ഫിലിം വാച്ച് ചെയ്യായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റി വെച്ച് നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഈ ലൈവിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് കേട്ടോ. പിന്നെ എനിക്ക് നെക്സ്റ്റ് താങ്ക്സ് പറയാനുള്ളത് മാത്തിക്കുട്ടിയോടും കേരള നഴ്സസ് UK-യോടാണ്. ഓരോ ദിവസവും ഇങ്ങനെ ബിഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ. അപ്പൊ ഇത്രയും ഭംഗിയായിട്ട് പോകുന്ന ഈ ഗ്രൂപ്പിലോട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നതിലും എൻ്റെ ഒരു കരിയർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടുള്ള എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഞാൻ അവർക്ക് നന്ദി പറയുന്നു. പിന്നെ നോക്ക്, നമ്മൾ എത്രയും ബിഗായി ഈ ഗ്രൂപ്പ്, അറൌണ്ട് 7,000-8,000 മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പായത്. എന്തോ ഒരു വലിയൊരു ബിഗ് അച്ചീവ്മെന്റ് അല്ലേ നമ്മൾക്കത്. അപ്പൊ ഇത്ര ഭംഗിയായിട്ട് പോകുന്ന ഈ ഗ്രൂപ്പ് ഇത് കൊണ്ടുപോകുന്നെങ്കിൽ അതിന് ഒത്തിരി ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ജോബി ഐറ്റിലും ഇതിനകത്തുള്ള എല്ലാ അഡ്മിൻ മെമ്പേഴ്സും അവർക്ക് എല്ലാവർക്കും ഈ ഗ്രൂപ്പിന്റെ വകയായിട്ട് ഞാനൊരു നന്ദി പറയുന്നു. പിന്നെ ഞാൻ വളരെ എക്സൈറ്റഡാ നിങ്ങളുടെ കൂടെ ഈ ലൈവിൽ വരാൻ. ആദ്യമായിട്ട് ഞാനൊരു ലൈവ് ചെയ്യുന്നത്. അപ്പം എൻ്റെ കരിയർ എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതിൽ ഞാനും വളരെ ഒരു എക്സൈറ്റഡ് ആണ് ശരിക്കും. അപ്പൊ ഇന്നത്തെ ഈവനിങ് സെഷൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ആദ്യം ഞാൻ എൻ്റെ ജോബ് റോൾ എന്താന്ന് ഒന്ന് പറയാം ഫ്യൂ മിനിറ്റ്സിൽ. പിന്നെ എന്തൊക്കെ ഡിഫറെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാർഡിയോളജിയിൽ ഉണ്ടെന്ന്
ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ കാർഡിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഫണ്ടിങ്ങും ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അതിനെക്കുറിച്ച് വേറെ എന്തൊക്കെ ജോബ് റോൾസ് നമ്മൾക്ക് ഫ്രം ബാൻഡ് 5 to 6 to 7 അല്ലെങ്കിൽ ഫ്രം ടു 8 പോവാൻ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ആർക്കെങ്കിലും ഒരു കരിയർ റോൾ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ഒരു ജേർണി, അതിനകത്ത് ഞാൻ എന്ത് അച്ചീവ് ചെയ്തതിനേക്കാളും കൂടുതൽ ഞാൻ എന്ത് ഫെയിലിയർ ആണ് എനിക്ക് ഉണ്ടായത്. ആ ഫെയിലിയർ എനിക്ക് എങ്ങനെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി, ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാൻ പറ്റി, അത് എനിക്ക് നിങ്ങൾക്ക് ഇവിടെ അടുത്ത് ഷെയർ ചെയ്യണമെന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് മാത്തുക്കുട്ടി പറഞ്ഞായിരുന്നു ECG കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന്. അപ്പൊ ECGയും കാർഡിയോളജിയെ കുറിച്ച്. അപ്പം നമ്മൾ ഈ ഫേസ്ബുക്ക് ലൈവ് എന്ന് പറയുമ്പോൾ ഒരു ECG നമ്മൾക്ക് ഒരു നമ്മൾക്ക് ഒരു ഷെയർ ചെയ്തൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾക്കത് കുറച്ചും കൂടി അത് പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ പറ്റുന്നത്. നമുക്ക് സ്ക്രീനൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പമായേനെ. പക്ഷെ ഐ പ്രോമിസ് യു, ഞാൻ എൻ്റെ ബെസ്റ്റ് ട്രൈ ചെയ്യാം. ഞാൻ ഗോട്ട് ഫ്യൂ ECGs ടു ഷോ യു. എത്ര ക്ലിയർ ആയിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ ട്രൈ ചെയ്യാം. അത് ട്രൈ ചെയ്ത് നമ്മൾക്ക് നോക്കാം എങ്ങനെയാന്ന്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആണെങ്കിൽ എനിക്ക് മോർ ECGസിന്റെ നിങ്ങൾക്ക് സെഷൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യാം. അപ്പം നമ്മളിത് ഗോ ത്രൂ ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് നേരത്തെ ചിലപ്പോൾ ഞാൻ കമന്റ്സ് ഒന്നും ഞാൻ ശ്രദ്ധിക്കില്ലായിരിക്കും. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി സെഷന് അത് നമുക്ക് ഗോ ത്രൂ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നമ്മൾക്ക് ജോബ് റോളിനെ കുറിച്ച് നോക്കാം. ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റിന്റെ ജോബ് റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ അഡ്വാൻസ്ഡ് നഴ്സ് പ്രാക്ടീഷണർ ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. അത് എന്ത് ഏരിയ ആണെങ്കിലും കുഴപ്പമില്ല. ചിലപ്പോൾ ഇറ്റ് ക്യാൻ ബി പീഡിയാട്രിക്സ് ആയിരിക്കാം, നിയോനേറ്റൽ ആയിരിക്കാം, അല്ലെ മിഡ് വൈഫറി ആയിരിക്കാം, അല്ലെ കാർഡിയോളജി ആയിരിക്കാം. എന്തിലാണെങ്കിലും നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് അതിനകത്ത് ഡിഫറെന്റ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമ്മൾക്കൊരു ക്ലിനിഷ്യന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു എഡ്യൂക്കേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഓഡിറ്റ് ആൻഡ് റിസർച്ച് ഉണ്ട്, മാനേജ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ് ഉണ്ട്. അങ്ങനെ ഒരു ഡിഫറെന്റ് ജോബ് റോൾസ് ആണ് ഒരു അണ്ടർ വൺ റോള് ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ് എന്ന് വരുന്നത്. അപ്പം നമ്മൾക്ക് അതിനൊരു മിനിമം റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഡിഗ്രി ലെവൽ കോഴ്സ് സർട്ടിഫിക്കേഷൻ വേണം. പിന്നെ ഒരു അറ്റ്ലീസ്റ്റ് 2-3 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. ഇപ്പം നമുക്ക് ഡയബറ്റീസ് സ്പെഷ്യലിസ്റ്റ് നഴ്സ് ആണെങ്കിൽ നമ്മൾക്ക് ഒരു 2-3 years ഓഫ് ഒരു ഡയബറ്റിക് വാർഡോ എൻഡോക്രിനോളജി വാർഡിലോ ഒക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്. പിന്നെ നമ്മൾ ആ സ്പെഷ്യലൈസ്ഡ് ഏരിയയെ കുറിച്ച് ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 6 months ഒരു കോഴ്സ് ചെയ്യുവാണ്. ഇപ്പൊ ഡയബറ്റീസ് ആണെങ്കിൽ 6 months കോഴ്സ് ഉണ്ട്. ഇപ്പൊ കാർഡിയോളജി ആണെങ്കിൽ ഡിഫറെന്റ് കോഴ്സസ് ഉണ്ട്. ECGയുടെ ഒരു 6 months കോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അരിത്മിയാസിൽ ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം ഈ ജോബ് റോളിലോട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പിന്നെ നമ്മളുടെ സ്റ്റഡീസ് നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷന്റെ കോഴ്സ് ഉണ്ടെങ്കിൽ അത് 6 months എടുക്കുന്നത്. അത് ചെയ്യുവാണെങ്കിൽ യെസ് ഇറ്റ്സ് മോർ ബെറ്റർ. അപ്പൊ അതുപോലെ മെയിൻ ആയിട്ട് നമ്മൾക്ക് ശരിക്കും ആവശ്യം എന്താണെന്ന് വെച്ചാൽ 2-3 years ഓഫ് ദാറ്റ് ഏരിയ ഓഫ് എക്സ്പീരിയൻസ്. Then one of the courses, like anything, if it is specialized in diabetes or cardiology, do one course. And physical examination is also very important. ഇപ്പൊ എന്റെ റോളിലോട്ട് നോക്കുവാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്, റാപ്പിഡ് ആക്സസ് ചെസ്റ്റ് പെയിൻ ക്ലിനിക്ക്. അപ്പൊ ഞാൻ എന്തും എന്റെ റോളിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ GP ഒരു പേഷ്യന്റ് ചെസ്റ്റ് പെയിൻ ആയിട്ട് GPയുടെ അടുത്ത് ചെന്നു. ആ പേഷ്യന്റിനെ GP കണ്ടു, റെഫർ ചെയ്യുന്നു എന്റെ ക്ലിനിക്കിലോട്ട്. ആ റെഫറലിൽ ഞാൻ ഗോ ത്രൂ ചെയ്ത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. അപ്പൊ കാർഡിയാക് സൗണ്ടിങ് സിംറ്റംസ് ആണെങ്കിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദാറ്റ് എനിക്കിപ്പോ തോന്നുന്നു അത് കംപ്ലീറ്റ്ലി നോൺ കാർഡിയാക് സിംറ്റംസ് ആണ് ആ റെഫറലിന് എനിക്ക് തോന്നി എനിക്ക് റിജക്ട് ചെയ്യാം. പിന്നെ ആ പേഷ്യന്റിനെ ഞാൻ എന്റെ ക്ലിനിക്കിൽ ബുക്ക് ചെയ്യും. ഞങ്ങൾക്ക് 2 week റൂൾസ് ഉണ്ട്. അപ്പൊ ആ പേഷ്യന്റിനെ ഞങ്ങൾ കാണുന്നത് 2 weeksനുള്ളിലാണ് കാണുന്നത്. അപ്പൊ ആ ക്ലിനിക്കിൽ നമ്മൾ കണ്ട് ആ പേഷ്യൻസിന്റെ നമ്മൾ അസസ് ചെയ്യണം. പേഷ്യന്റ് അസസ്മെന്റ് ഇസ് ദ കീ തിങ്. അപ്പൊ സോ വി നീഡ് ടു ബി എ ഗുഡ് ക്ലിനിഷ്യൻ. നമ്മൾ ഒരു ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആ പേഷ്യന്റിന്റെ ഹിസ്റ്ററി എടുക്കണം. ഹിസ്റ്ററി ടേക്കിംഗ് ദാറ്റ് ഈസ് ദ കീ തിങ്. ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യന്റ് ചെസ്റ്റ് പെയിൻ ആണെങ്കിൽ ആ ചെസ്റ്റ് പെയിന് നേച്ചർ ഓഫ് ദ പെയിന്,
the location of the pain, radiating places. We should be very good in taking history of the patient. Based on that, we can make a judgment at the end. And also we should have good knowledge in listening to heart sounds like cardiac murmur or galloping rhythm or any of those sorts of things. We should have a good knowledge in that. So it takes experience for people to get really expert in listening to heart sounds and recognizing heart murmur and things like that. And then we need to, we have the rights to refer patients for different investigations like exercise test or echocardiogram or angiogram or perfusion scan or CT angiogram. So we have the rights to send these patients for further investigation. And then based on those test results, we should have sound knowledge in interpreting those test results. So based on that results, we can make a diagnosis. So once we made the diagnosis, yes, we can start them on treatment. If they are cardiac, start them on angina medications and refer them for PCI or bypass. If they are non-cardiac, yes, we can discharge them back to GP. If we want, we can make a recommendation and saying that what differential diagnosis you think. But that is not necessary. അങ്ങനെ ഒരു ഐഡിയ അറ്റ് ദാറ്റ് മൊമെന്റ് ഇല്ലെങ്കിൽ ആ ക്ലിനിക്കൽ ഡിസിഷൻ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ വി കൻ ജസ്റ്റ് സേ ദാറ്റ് ഇറ്റ്സ് നോൺ കാർഡിയക് ചെസ്റ്റ് പെയിൻ അത് നമുക്ക് GPയിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വരാം. അപ്പൊ അതാണ് നമ്മുടെ ക്ലിനിക്കൽ നോളജിൽ വി നീഡ് ടു ബി റിയലി ഗുഡ് ഇൻ ദാറ്റ്. നമ്മൾ വാർഡിൽ നിന്ന് നമ്മൾ ഒരു ബാൻഡ് 7 അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ നഴ്സിലോട്ട് നമ്മുടെ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഡിഫറൻസ് ശരിക്കും മെയിൻലി എനിക്ക് ചലഞ്ചിങ് ആയിട്ട് തോന്നിയത്. ഇപ്പോൾ CCUയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു രജിസ്ട്രാർ ലെവലിലുള്ള ഒരു ഡോക്ടേഴ്സ് ഓൾവേസ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റ് അവിടെ ഓൾവേസ് ഉണ്ട്. അപ്പം നമ്മൾക്ക് അല്ലെങ്കിൽ ഇൻ ദ ഹോസ്പിറ്റലുണ്ട്. അപ്പം നമ്മൾക്ക് എപ്പോഴും നമ്മളൊരു പേഷ്യന്റ് ചെസ്റ്റ് പെയിൻ പറഞ്ഞു, ഒരു ECG എടുത്തു, അപ്പൊ നമ്മൾക്കറിയാം എന്തുവാ ECG ചേഞ്ചസ് എന്ന്, എന്ത് ട്രീറ്റ്മെന്റാ കൊടുക്കുന്നതെന്നും അറിയാം. പക്ഷെ നമ്മളല്ല ആ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. ആ ഡിസിഷൻ വേറൊരാൾ നമ്മൾക്ക് വേണ്ടി മേക്ക് ചെയ്യുക. പക്ഷെ നമ്മളൊരു ക്ലിനിക്കൽ റോളിന് സ്പെഷ്യൽ റോളിലോട്ട് വരുമ്പം ഇറ്റ്സ് അസ് ഹൂ ഈസ് മേക്കിംഗ് ദാറ്റ് ഡിസിഷൻ. അപ്പം നമ്മൾക്ക് അതിനുള്ള എക്സ്പേർട്ട് സ്കിൽസ് ഉണ്ടായിരിക്കണം ആ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനുള്ളത്. ഇപ്പൊ ഇതർ അത് കാർഡിയക് പെയിൻ ആണോ അല്ലയോ എന്നുള്ള ആ ഡിസിഷനാണ് നമ്മൾ അവിടെ മേക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ആ കോൺഫിഡൻസ് ആണ് നമുക്ക് ചിലപ്പോൾ ഒത്തിരി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, പക്ഷെ ആ ഡിസിഷൻ മേക്ക് ചെയ്യാൻ ചിലപ്പോൾ ഇനിഷ്യലി നമ്മൾ ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുമായിരിക്കും. പക്ഷെ അതോർത്ത് നമ്മൾക്ക് ഒരിക്കലും ഇതിൽ നിന്ന് നമ്മൾക്ക് പിൻവാങ്ങേണ്ട കാര്യമില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇന്നഫ് സപ്പോർട്ട് കിട്ടും. നമ്മൾക്ക് ചില സ്ഥലങ്ങളിൽ നമ്മളായിരിക്കും ചിലപ്പോൾ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ക്ലിനിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഓൾറെഡി ആ എക്സിസ്റ്റിംഗ് ഇത് സർവീസ് അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾക്ക് അവിടുന്ന് സീനിയർ നഴ്സസിന്റെ സപ്പോർട്ടുണ്ട്, കൺസൾട്ടൻസിന്റെ സപ്പോർട്ടുണ്ട്. നമ്മൾക്ക് ഓൾവേസ് നമ്മൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് നമ്മൾ വി ആർ നോട്ട് ഷുവർ അബൌട്ട്, വി ക്യാൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ദം. ആൻഡ് വിത്ത് യെസ് വി ഗെറ്റ് ദാറ്റ് എക്സ്പീരിയൻസ് ആൻഡ് വി ഗെറ്റ് ദാറ്റ് നോളജ് ആൻഡ് വി വിൽ ബി കോൺഫിഡന്റ് ടു മേക്ക് ദാറ്റ് ഡിസിഷൻ. സോ ദാറ്റ്സ് വാട്ട് ദി ക്ലിനീഷ്യൻസ് റോള്. പിന്നെ എഡ്യൂക്കേഷൻ റോളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് നമ്മൾ പേഷ്യന്റിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. അവരുടെ ഡിസീസ് കണ്ടീഷൻ എന്തുവാണ്, അതിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ, ആൻഡ് വോട്ട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് അവർ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. അതെല്ലാം നമ്മൾ പേഷ്യന്റ് ആൻഡ് ഫാമിലി ടീച്ചിങ് ഉണ്ട്. പ്ലസ് വി ആർ ഓൾസോ ഇൻവോൾവ്ഡ്, സ്റ്റുഡൻസ് ടീച്ചിങ്ങിൽ ഇൻവോൾവ് ആണ്. സ്റ്റുഡന്റ് നഴ്സസ്, മെഡിക്കൽ ഡോക്ടേഴ്സിന്റെ ട്രെയിനിങ്ങില്, പ്ലസ് ജൂനിയർ നഴ്സസിന്റെ ടീച്ചിങ്ങിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യണം. പിന്നെ ദ നെക്സ്റ്റ് ജോബ് റോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാനേജ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ അവിടെ ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് സർവീസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും സർവീസ് നമ്മൾക്ക് സെറ്റപ്പ് ചെയ്യേണ്ടതും റൺ ചെയ്യേണ്ടതും.
അപ്പം അതിനെല്ലാം ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇപ്പം നാഷണൽ സർവീസ് ഫ്രെയിംവർക്ക്, നൈസ് ഗൈഡ് ലൈൻസ്, യൂറോപ്യൻ സൊസൈറ്റി ഓഫ് കാർഡിയാക് ഗൈഡ് ലൈൻസ്, എല്ലായിടത്തും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നമുക്കൊരു ഹാർട്ട് ഫെയിലിയർ ക്ലിനിക്ക് അല്ലെങ്കിൽ ഒരു ചെസ്റ്റ് പെയിൻ ക്ലിനിക്ക് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ റൺ ചെയ്യാം എന്നുള്ള ഒരു ക്ലിയർ ഗൈഡ് ലൈൻസ് നമ്മൾക്ക് തരുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് അതനുസരിച്ച് നമ്മൾക്ക് സെറ്റ് ചെയ്താൽ മതി. പക്ഷെ ഇപ്പോൾ ഓൾറെഡി അവർക്ക് നമ്മൾക്ക് ഒരു ക്ലിനിക്ക് ഓൾറെഡി സെറ്റ് ആണെങ്കിൽ ഇറ്റ്സ് ഈസി ഫോർ അസ്. നമുക്ക് അവിടെ ചെല്ലുക, ക്ലിനിക് റൺ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ നമുക്ക് നഴ്സസിനെ നമ്മൾക്ക് മാനേജ് ചെയ്യണം. പിന്നെ കാർഡിയാക് നെറ്റ്വർക്ക് ടീം മീറ്റിംഗിന് നമ്മൾ അറ്റൻഡ് ചെയ്യണം, ബിസിനസ് മീറ്റിംഗ്സ്, അങ്ങനെയുള്ള സ്മോൾ മാനേജ്മെന്റ് ജോബ് റോൾസ് നമ്മുടെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഓഡിറ്റിംഗ് ആൻഡ് റിസർച്ച്. ശരിക്കും നമ്മുടെ ക്ലിനിക്കൽ നഴ്സിന്റെ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് കെയറിൽ നമ്മൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക ചെയ്യുന്നത്. കൺസൾട്ടൻസിന്റെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഗ്യാപ്പാണ് ഫില്ല് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ചെസ്റ്റ് പെയിനായിട്ട് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഒരു കൺസൾട്ടന്റിന് കാണണമെങ്കിൽ ഇറ്റ് ടേക്ക് 6 or 12 വീക്സ് ഓഫ് വെയിറ്റിംഗ്. ആ സമയത്തിനുള്ളിൽ ആ പേഷ്യൻസിന് ചിലപ്പം ഹാർട്ട് അറ്റാക്ക് ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞാണ്. അപ്പൊ ആ ഗ്യാപ്പാണ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് നമ്മൾക്ക് സ്പെഷ്യൽ ട്രെയിനിങ് തന്ന് ആ പേഷ്യന്റിനെ കാണാനുള്ള നമ്മളെ സ്കിൽഡ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ശരിക്കും ഞങ്ങളുടെ ക്ലിനിക്കിൽ നമ്മൾ 2 വീക്സിനുള്ളിൽ ആ പേഷ്യന്റിനെ കാണുന്നു. നമ്മൾ മേക്കിംഗ് ദ ഡയഗ്നോസിസ് ആൻഡ് വി ആർ സ്റ്റാർട്ടിംഗ് ദ ട്രീറ്റ്മെന്റ് ഇൻ 2 വീക്സ്. ബട്ട് വേറാസ് ആ പേഷ്യന്റ് ഒരു കൺസൾട്ടന്റിനെ കാണാൻ വെയിറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ടേക്സ് അപ് ടു 6 വീക്സ് ടു ഗെറ്റ് ദ ട്രീറ്റ്മെന്റ് ഓർ ടു ഗെറ്റ് ദ ഡയഗ്നോസിസ് ഫോർ ദ. സോ ആ ഗ്യാപ്പ് നമ്മൾ ഫീൽ ചെയ്യുന്നു. അപ്പം നമ്മുടെ ഓഡിറ്റ് നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ ഹൗ എഫക്റ്റീവ് ആണ് നമ്മുടെ സർവീസ് നമ്മൾ ഓഡിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പൊ അത് നമ്മളെ ഒരു മാസം എത്ര പേഷ്യന്റിനെ കണ്ടു, അല്ലെങ്കിൽ എത്ര പേഷ്യന്റ് ഒരു ഇയറിൽ നമ്മൾ കണ്ടു, ഹൗ കോസ്റ്റ് എഫക്റ്റീവ് ആണ് നമ്മുടെ സർവീസ്. പിന്നെ നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ഒരു ഡിലേ, ഇപ്പൊ 2 വീക്സിനുള്ളിൽ ഒരു പേഷ്യന്റിനെ കാണാൻ പറ്റില്ലെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? ഇസ് ദ കപ്പാസിറ്റി ഈസ് ലെസ് ഓർ ദ ഡിമാൻഡ് ഈസ് മോർ? ദെൻ വി നീഡ് ടു ആസ്ക് ഫോർ മോർ കപ്പാസിറ്റി. ദ ബിസിനസ് കേസ് submitting, we are involved in all those activities. So that is the auditing and research ജോബ് സ്കിൽസ്. എന്റെ റോളിൽ അത്രയും ജോബ് റോൾസ് എല്ലാം ഞാൻ ഇൻവോൾവ് അല്ല ഡയറക്ട്ലി, ബിക്കോസ് ഐ ഹാവ് എ ക്ലിനിക്കൽ ലീഡ് ഇൻ മൈ ജോബ് റോൾ. സോ ദ ക്ലിനിക്കൽ ലീഡാണ് നോർമലി അങ്ങനെയുള്ള ജോബ് എല്ലാം ചെയ്യുന്നത്. എനിക്ക് മെയിൻലി എന്റെ ജോബ് റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിനെ കാണുക, ക്ലിനിക് റൺ ചെയ്യുക. സോ ഐ ഡു ഫേസ് ടു ഫേസ് ക്ലിനിക് ചെയ്യും, ടെലിഫോൺ അസസ്മെന്റ് ക്ലിനിക്സ് ചെയ്യും. ഹൈ റിസ്ക് പേഷ്യൻസിനെയാണ് കൂടുതലും ഫേസ് ടു ഫേസ് ക്ലിനിക്സിൽ നമ്മൾ ബ്രിങ് ചെയ്യുന്നത്. ലെസ് റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ടെലിഫോൺ അസസ്മെന്റ് ക്ലിനിക്കില്. സോ ഇറ്റ്സ് എ നൈസ് കംഫി ജോബ് ഇറ്റ് ഈസ്. എന്നോട് ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ, ഒരു സജഷൻ ചോദിക്കുവാണെങ്കിൽ, യെസ് ഇറ്റ് ഈസ് എ വെരി നൈസ് ജോബ്. നമ്മൾക്ക് ഒരു ഏരിയയിൽ, ഒരു ചെസ്റ്റ് പെയിൻ എന്നുള്ള ആ ഏരിയയിൽ വി ഷുഡ് ഹാവ് എ വെരി ഗുഡ് നോളജ് ആൻഡ് വി ഷുഡ് ഹാവ് എ വെരി ഗുഡ് സ്കിൽസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇത് ഒരു അത്ര ഹാർഡ് വർക്ക്, ഫിസിക്കലി അത്ര ഹാർഡ് വർക്ക് അല്ല, ബട്ട് ഇറ്റ് ഈസ് എ ബിറ്റ് മെന്റലി ഇറ്റ് ഈസ് ബിറ്റ് സ്ട്രെയിനിങ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇപ്പൊ ഫേസ് ടു ഫേസ് ക്ലിനിക് ആണെങ്കിൽ ഞാൻ 5 പേഷ്യൻസിനെ കാണും, അല്ലെങ്കിൽ ടെലിഫോൺ ക്ലിനിക് ആണെങ്കിൽ ഞാൻ 8 പേഷ്യൻസിനെ കാണും. അപ്പൊ എൻഡ് ഓഫ് ദി ഡേ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ യെസ് ഇറ്റ് ഈസ് ബിറ്റ് മെന്റലി സ്ട്രെയിനിങ്, ബിക്കോസ് നമ്മൾ ഒത്തിരി ലോട്ട്സ് ഓഫ് തോട്ട് പ്രോസസ് ഉണ്ട്. നമ്മുടെ കയ്യിലാണ്, നമ്മളാണ് ആ ഡിസിഷൻ ആ പേഷ്യന്റിന് വേണ്ടി മേക്ക് ചെയ്യുന്നത്. പക്ഷെങ്കിൽ നമ്മൾ ഇഫ് യു ആർ really good experienced in that level, if you have support and if you have course to increase our confidence level and which helps to decision making, these specialist nurse job roles are really good. I would really suggest those who are നമ്മുടെ ഗ്രൂപ്പിലുള്ള band 6 ലെവലിലുള്ള നഴ്സസിന് അല്ലെങ്കിൽ ബാൻഡ് 5 നഴ്സസിന് ഉള്ള ഞാൻ അവരെ നന്നായി റെക്കമെൻഡ് ചെയ്യും ഇങ്ങനെയുള്ള റോളുകളിലോട്ട് നമ്മൾ കൺസിഡർ ചെയ്യാനും. നമ്മൾക്ക് അങ്ങനെ ഒരു എയിം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അത്. സോ ഞാനിപ്പോ എന്റെ ജോബ് റോളിനെ കുറിച്ചാണ് ഇപ്പം പറഞ്ഞത്. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് നമ്മൾക്ക് എന്തുവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ what other opportunities are there in cardiology? ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ കാർഡിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഫണ്ടിങ് ഉള്ള ഒരു ഏരിയ ആണ്. ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ ഒരു NHS ജോബ് മെയിലിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇപ്പോൾ ഒരു 10 മൈൽസിൽ അല്ലെങ്കിൽ 20 മൈൽസ് നമ്മൾ എവിടെ ലീവ് ചെയ്യുന്നത്, ഒരു ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റിന്റെ ജോബ് നമ്മൾ സെർച്ച് ചെയ്താൽ ഒരു 2-3 ജോബ്സ് എങ്കിലും കാർഡിയോളജിയിൽ നിങ്ങൾ കാണും. അത് ഡിഫറെന്റ് നെയിംസിലായിരിക്കും നിങ്ങൾ അത് കാണുന്നത്. അപ്പൊ ഞാൻ ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിന് പൂർണ്ണ പറഞ്ഞു. അതുപോലെ തന്നെയുള്ള ഡിഫറെന്റ് സർവീസസ് ആണ് ഹാർട്ട് ഫെയിലിയർ, അരിത്മിയ നഴ്സ്, കാർഡിയാക് റീഹാബ്, ഹാർട്ട് ഫെയിലിയർ, ഇതെല്ലാം ഡിഫറെന്റ് ജോബ് റോൾസ് ആണ്. അപ്പൊ അതെല്ലാം കാർഡിയോളജിയിലാണ്. ബട്ട് നമ്മൾക്ക് കാർഡിയോളജിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത് അതിൽ ഫോക്കസ് ചെയ്താൽ നമ്മൾക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ ജോബ് റോൾസിനെ കുറിച്ചെല്ലാം ഞാൻ ജസ്റ്റ് കുറച്ച് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പൊ നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും നിങ്ങൾക്ക് എന്ത് എക്സ്പെക്ടേഷൻ ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതെന്ന്. ഇപ്പം അരിത്മിയ നഴ്സ് സർവീസ്, അപ്പൊ അരിത്മിയ നഴ്സ് സർവീസ് ഓൾസോ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കൽ സർവീസ് ആണ്. അവർക്ക് ഡിഫറെന്റ് ജോബ് റോൾസ് ഉണ്ട് അതിനകത്ത്. എനിക്ക് ജസ്റ്റ് ചെസ്റ്റ് പെയിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്കാണെങ്കിൽ പാൽപിറ്റേഷൻസ് ക്ലിനിക് ഉണ്ട്. സം പീപ്പിളിന് സിങ്കോപ്പി ക്ലിനിക് ഉണ്ട്. സിങ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കൊളാപ്സ്, ലൈറ്റ് ഹെഡഡ്നെസ് ആയിട്ട് വരുന്ന പേഷ്യൻസ്, അത് സംടൈംസ് ദ റീസൺ അരിത്മിയാസ് ആയിരിക്കും അതിന്റെ. അപ്പൊ ആ ക്ലിനിക് ഉണ്ട് അവർക്ക്. പിന്നെ AF പേഷ്യൻസിന്റെയും ഏട്രിയൽ ഫ്ലട്ടർ ആൻഡ് ഏട്രിയൽ ഫിബ്രിലേഷൻ, ആ പ്രോബ്ലംസ് ഓൾറെഡി അത് കാർഡിയാക് ക്ലിനിക്കിൽ ഡയഗ്നോസ് ചെയ്ത പേഷ്യൻസ് ആയിരിക്കും. ബട്ട് ദേ നീഡ് ലോങ് ടൈം മാനേജ്മെന്റ്. അപ്പൊ ആ മാനേജ്മെന്റ് ചെയ്യുന്നത് അരിത്മിയ നഴ്സസ് ആയിരിക്കും. പിന്നെ അവർക്ക് വേറെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേസ് മേക്കർ പ്രീ അസസ്മെന്റ് ക്ലിനിക്ക്, ICD ഡീഫ് ഇംപ്ലാന്റബിൾ ഡീഫിബ്രിലേറ്റർ ഇംപ്ലാന്റേഷൻ ചെയ്ത പേഷ്യൻസിന്റെ ഫോളോ അപ്പ്, അവരുടെ പ്രീ അസസ്മെന്റ്, പിന്നെ കാർഡിയോവേർഷൻ ചെയ്ത പേഷ്യൻസിന്റെ ഫോളോ അപ്പ്, അതാണ് അവര്. പിന്നെ ഒപ്റ്റിമൈസേഷൻ ഓഫ് മെഡിക്കേഷന്, ദെൻ ഫോളോ അപ്പ് ഇൻ ജനറൽ. ഇപ്പോൾ നമ്മൾ ഒരാളെ കാർഡിയോവേർഷൻ ചെയ്ത് ദേ ഹാവ് കം ബാക്ക് ടു സൈനസ് റിതം. ആ പേഷ്യൻസ് ഇവരുടെ ഫോളോ അപ്പ് ലിസ്റ്റിൽ കാണും നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ അവര് സ്റ്റിൽ സൈനസ് റിതം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, അതോ അവർ റിവേർട്ട് ബാക്ക് ടു ഏട്രിയൽ ഫിബ്രിലേഷനിലോട്ട് പോകുന്നുണ്ടോ എന്ന്. അങ്ങനെ അവരെ ഫോളോ അപ്പ് ചെയ്യുന്നത് ഈ സ്പെഷ്യലിസ്റ്റ് നഴ്സസ് ആണ്. അപ്പൊ അതാണ് അരിത്മിയ നഴ്സ് എന്ന ഉള്ള റോൾ അവർ ചെയ്യുന്നത്. പക്ഷെ അതിന് എന്തുവാ നമ്മൾക്ക് സ്പെസിഫിക്കേഷൻ ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ദ സെയിം. യു ഷുഡ് ഹാവ് സം കാർഡിയോളജി എക്സ്പീരിയൻസ് വർക്കിംഗ് ഇൻ എ കാർഡിയാക് വാർഡ് or CCU for minimum 2 or 3 years. Then you can do an ECG course is very good. It's again a 6 months lasting ആണ് ECG course. പിന്നെ അരിത്മിയാസിന് വേറൊരു സെപ്പറേറ്റ് മൊഡ്യൂൾ ഉണ്ട്. നിങ്ങളുടെ അടുത്തുള്ള യൂണിവേഴ്സിറ്റി ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇറ്റ്സ് അഗെയിൻ ടേക്ക് അനദർ 6 months. ഇപ്പോൾ ഒരു മൊഡ്യൂളൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വാർഡ് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള വാർഡുകൾ കാണുമായിരിക്കും. നമ്മുടെ മാനേജേഴ്സ് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് ഈ കോഴ്സ് 6 months ഇഫ് യു ആർ റിയലി കീൻ ടു ലേൺ 6 months നമ്മൾക്ക് ഒരു മൊഡ്യൂൾ ചെയ്യാം. പക്ഷെ ചില ഹോസ്പിറ്റലുകൾ അത്ര കീൻ ആയിരിക്കില്ല, അത്ര സപ്പോർട്ടിങ് അല്ലായിരിക്കും നമ്മളെ ഒരു മൊഡ്യൂൾ ചെയ്യാൻ. പക്ഷെ എനിക്കറിയാം ഫ്രണ്ട്സ് അവരത്ര ഡിറ്റർമിൻഡ് ആയതുകൊണ്ട് അവരതിനു വേണ്ടി ഫണ്ട് ചെയ്ത് ആ കോഴ്സിന് പോയവരുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഇൻഡിവിജ്വൽ മൊഡ്യൂളായിട്ട് നമ്മൾ ഒരു 6 months ഒരു മൊഡ്യൂൾ ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു 1200 or 1500 അറൌണ്ട് ആ ലെവലിലാണ് നമ്മൾക്ക് ഒരു മൊഡ്യൂൾ ഫണ്ട് ചെയ്യണമെങ്കിൽ ഉള്ളത്. ഇപ്പൊ പല ഹോസ്പിറ്റലുകളും ഉണ്ട്. ഇപ്പം CPD എവരി നഴ്സസിന് ഇപ്പം ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് 1000 pounds ഫണ്ടിങ് ഉണ്ട്. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ടോപ്പ് അപ്പ് ചെയ്യാം എത്ര എക്സ്ട്രാ ആ മൊഡ്യൂളിന് വരുന്നതെന്നുള്ളത്. അപ്പൊ നമുക്ക് ഒരു ഇഫ് യു റിയലി വാണ്ട് ടു ബി എ സ്പെഷ്യലിസ്റ്റ് നഴ്സ്, യെസ് വി ക്യാൻ ഫൈൻഡ് ദ വേ ഫോർ ഇറ്റ്. സോ ഈ കോഴ്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ then that is really a good opportunity for you to apply for the specialist nurse job roles. പിന്നെ നെക്സ്റ്റ് അതർ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഹാർട്ട് ഫെയിലിയർ. ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇറ്റ്സ് ഡ്യൂ ടു സ്ട്രക്ചറൽ റീസൺസ് ഓർ പോസ്റ്റ് MI, ഇത് പമ്പിങ് ആക്ഷൻ ഓഫ് ദ ഹാർട്ട് ഇറ്റ് റെഡ്യൂസ്, അതാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞത്. അപ്പൊ അത് വളരെ ലോങ് ടൈം ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. നമുക്കറിയാം ഇപ്പൊ റീസെന്റ് ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഇതാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ. കമ്മ്യൂണിറ്റിയിലും ഉണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റി, ഹോസ്പിറ്റലിൽ ഇൻ പേഷ്യന്റ് ഇതിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഹാർട്ട് ഫെയിലിയറിനുള്ളത്. അപ്പൊ അതും എഗെയിൻ അവർ ചെയ്യുന്നത് ഹാർട്ട് ഫെയിലിയർ ക്ലിനിക്സ്. വൺസ് ഹാർട്ട് ഫെയിലിയർ കാർഡിയോളജിസ്റ്റിന്റെ ക്ലിനിക്കിൽ ഡയഗ്നോസ് ചെയ്ത ക്ലിനിക് ആയിരിക്കും.
ആ പേഷ്യൻസിന് നമ്മൾ ലോങ് ടൈം മാനേജ് ചെയ്യണം നമ്മുടെ ക്ലിനിക്കിൽ ഔട്ട് പേഷ്യന്റ്. Sometimes it depends on their condition, how stable they are. We need to follow up them maybe initially every 4 weeks, then to 12 weeks, and then to 6 months. Then നമ്മൾ ഇയർലി വൺസിൽ നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യുന്നു. അവരുടെ മെയിൻ ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒപ്റ്റിമൈസ് ചെയ്യുക മെഡിക്കേഷൻസ്. they are compliant with the medications. അവരുടെ കണ്ടീഷൻസ് ഡിറ്റീരിയേറ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ അവരിപ്പോ മെഡിക്കേഷൻസ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ഫ്ലൂയിഡ് കൂടുതൽ ഇൻടേക്ക് കൂടുതലായി, അപ്പൊ അവർക്ക് അവരുടെ ഹോസ്പിറ്റൽ അഡ്മിഷൻസ് ദേ ഹാവ് ടു കം ബാക്ക് ടു A&E. പക്ഷെ നമ്മൾ അവിടെ ഒരു സ്പെഷ്യലിസ്റ്റ് നേഴ്സ് ആയിട്ട് നമ്മൾ നമ്മൾ അവിടെ ഫോളോ അപ്പ് ചെയ്ത് ഇഫ് യു മേക്ക് ഷുവർ ദാറ്റ് ദയർ കണ്ടീഷൻ ഈസ് സ്റ്റേബിൾ, ദെൻ വി ക്യാൻ അവോയ്ഡ് ദാറ്റ് ഹോസ്പിറ്റൽ അഡ്മിഷൻ. അതാണ് ഹാർട്ട് ഫെയിലിയർ നേഴ്സിന്റെ ജോബ് റോള്. പിന്നെ മെയിൻലി അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനുള്ള അഡ്വൈസ് ഉണ്ട്. ഹാർട്ട് ഫെയിലിയറിന് തന്നെ ഇപ്പം ഡിഫറെന്റ് ആയിട്ട് വേറെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ഒരു പുതിയ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വെർച്വൽ ക്ലിനിക്സ്. അത് ഞാൻ റീസെന്റ് ആയിട്ട് ഞാൻ അറിഞ്ഞു കേട്ടോ, എനിക്കത് അറിയത്തില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു കോവിഡ് ഒക്കെ ആയപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത ഒരു ന്യൂ സർവീസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാനിങ്ങനെ 2-3 ഹോസ്പിറ്റലിൽ ഇപ്പം റീസെന്റ് ഞാൻ അങ്ങനെ ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്ത് കണ്ടു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന പേഷ്യൻസ് they will be in a virtual clinic. നമ്മൾക്ക് അവരുടെ ഡീറ്റെയിൽസ് നമ്മൾക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടും. they will send home with a device. അവരുടെ ബ്ലഡ് പ്രഷറും ഒക്കെ ചെക്ക് ചെയ്യുന്ന പൾസ് അതെല്ലാം ചെക്ക് ചെയ്യും. വി ഗെറ്റ് ദ കറക്റ്റ് ഇൻഫർമേഷൻ നമ്മൾക്ക് സിസ്റ്റത്തിൽ നിന്ന് കിട്ടും. ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് നമ്മൾ ഫോണിൽ കൂടെ അവരുടെ അസസ്മെന്റ് ചെയ്യും. അത് നമുക്ക് അവരുടെ അവരുടെ ബ്ലഡ് റിസൾട്ട്സ് എല്ലാം ചെക്ക് ചെയ്യുക. എന്നിട്ട് അവരുടെ മെഡിക്കേഷൻ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യുക. അവർ ഡിറ്റീരിയേറ്റ് ചെയ്യുന്നുണ്ടോ, അവർ ഡിപ്പെൻഡിങ് ഓൺ ദെയർ വെയിറ്റ്, അവരുടെ ബ്ലഡ് പ്രഷർ, അവരുടെ ഹാർട്ട് റേറ്റ്, നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റുമോ ആ പേഷ്യന്റെ കണ്ടീഷൻ ഡിറ്റീരിയേറ്റ് ചെയ്യുവാണോ അതേ സ്റ്റേബിൾ ആണോ എന്ന്. ഇറ്റ്സ് എഗെയിൻ അവരുടെ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുവാണ് ബൈ ദി accurate monitoring of those patients. So there are other job roles also in cardiology like rehabilitation nurses. Rehab nurses എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ജോബ് കുറച്ചും കൂടെ ഈസിയാണ്. ഇറ്റ്സ് മോർ അബൌട്ട് പേഷ്യന്റ് എഡ്യൂക്കേഷൻ, ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ്, മെഡിക്കേഷൻ ടൈട്രേഷൻ, എക്സസൈസ് ക്ലാസ്സസ്, കൊളസ്ട്രോൾ മാനേജ്മെന്റ്. It is more like after a cardiac event, after having a stent അല്ലെങ്കിൽ bypass കഴിഞ്ഞ ഒരു പേഷ്യന്റിനെ അവരെ we are helping them to get them back to normal life. It's again it is like 6 or 12 weeks of journey between the patient and the rehab nurse, and we help them to come back to their normal lives easily. And it's in some hospitals the band 6 roles ആണ്, some hospitals the band 7 role ആണ്. Depends on the hospital where you are applying. And it's also again a nice little job. നമ്മൾക്ക് ECG knowledge ഉണ്ടായിരിക്കണം, പിന്നെ ECGയുടെ ഒരു കോഴ്സ് ചെയ്യണം, പിന്നെ then we should have some cardiac experience, at least 2 or 3 years of cardiac experience, and we can easily do that job. So another job ആണ് ACS job, acute coronary syndrome. ആ ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസ് A&E അഡ്മിഷൻ ആവുന്ന ചെസ്റ്റ് പെയിൻ ആയിട്ട് വരുന്ന പേഷ്യൻസ്, ഇറ്റ് ക്യാൻ ബി അഞ്ചൈന, അൺസ്റ്റേബിൾ അഞ്ചൈന, or ST elevation MI or non-ST elevation MI. അപ്പോൾ ഇപ്പൊ A&E നമ്മൾക്കറിയാം ചില A&Eയിലൊക്കെ there is lots of waiting for this patient. ഒരു കാർഡിയോളജിസ്റ്റ് കാണുന്നതിനോ ഒരു കാർഡിയോളജി രജിസ്ട്രാർ കാണുന്നതിനോ സംടൈംസ്. അപ്പോൾ ഒരു ACS നേഴ്സ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ ആ നേഴ്സിന് നമ്മൾ ഈ പേഷ്യൻസിനെ കാണാം, ഇനിഷ്യൽ അസസ്മെന്റ് എല്ലാം ചെയ്യാം, മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം, and we can rush them to the if they need we can send them for primary PCI stenting. അല്ലെങ്കിൽ നമ്മൾക്ക് അവർക്ക് if it not a heart attack, if it's unstable angina, we can start them on medication and we can shift them to CCU, and അവിടുന്ന് we can plan it, we can send them for treat and transfer for angiogram and have the stent done. അപ്പൊ ACS job role is also is a very good job role. പക്ഷെ again നമ്മൾക്ക് ECGയുടെ നോളജ് ഉണ്ടായിരിക്കണം, കാർഡിയക് കണ്ടീഷൻസിനെ കുറിച്ച് ഗുഡ് നോളജ് ഉണ്ടാവണം, ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ തറവായിരിക്കണം, ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ് വി ഷുഡ് ഹാവ് ഗുഡ് നോളജ് ഇൻ ദാറ്റ്. സോ ഓവറോൾ നമ്മൾ ഈ ജോബ് റോൾസിൽ എല്ലാത്തിലും പോയാൽ ഒന്ന് നമ്മൾക്ക് ECG ആണ് മെയിൻ തിങ്. അപ്പൊ നമ്മൾക്ക് ECGയെ കുറിച്ച് നല്ല നോളജ്
പ്ലസ് കാർഡിയോളജിയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ജോബ് റോളിനെ എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ വൺസ് നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞ് നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്യാം സ്റ്റഡി ചെയ്യുക. ഇപ്പൊ ഏതെങ്കിലും എക്സ്ട്രാ മൊഡ്യൂൾസ് അതിന് വേണ്ടി ചെയ്യണമെങ്കിൽ പല ജോബുകളിലും ഇപ്പൊ അവർ സപ്പോർട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ദർ ആർ ലോട്ട്സ് ഓഫ് ഇതില് ഒത്തിരി നഴ്സസിനെ ഇപ്പം എനിക്ക് തോന്നുന്നു അവര് മോർ ആൻഡ് മോർ ജോബ് റോൾസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മോർ ഓപ്പർച്യൂണിറ്റീസ് ആർ ദെയർ ആൻഡ് വി ജസ്റ്റ് മേക്ക് യൂസ് ഓഫ് ദാറ്റ്. സോ എൻ്റെ ഒരു കരിയർ പ്രോഗ്രഷനെ കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് മെയിനായിട്ട് ഞാൻ പറയാനുള്ളത്, ഇപ്പം ഞാൻ എന്ത് അച്ചീവ് ചെയ്യുന്നതിനേക്കാളും കുറിച്ച് എനിക്ക് എന്ത് ഫെയിലിയേഴ്സ് ആണ് എൻ്റെ ജോബ് റോളിൽ ഉണ്ടായത്, ആ ഫെയിലിയേഴ്സ് ഞാൻ എങ്ങനെ ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റിയെന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇപ്പം നമ്മൾ കരിയർ പ്രോഗ്രഷനെ കുറിച്ച് പറയുമ്പം നമ്മുടെ ജീവിതത്തിലാണേലും ഒരു സക്സസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജീവിതത്തിലാണേലും കരിയറിലാണെങ്കിലും വി ഷുഡ് ഹാവ് ആൻ എയിം. നമുക്കൊരു എയിം ഉണ്ടെങ്കിൽ നമുക്ക് ആ സക്സസിലോട്ട് നമ്മൾക്ക് എത്തിച്ചേരാൻ എളുപ്പമായിരിക്കും. അപ്പൊ ആ എയിം എന്തുവാന്ന് റിയലൈസ് ചെയ്യാൻ ചിലപ്പോൾ അത് ഇച്ചിരി ഈസി അല്ല. അന്ന് ചിലപ്പം 2 years എടുക്കാം, 5 years എടുക്കാം, അല്ലെങ്കിൽ 10 years എടുക്കാം. അപ്പൊ നമ്മൾക്കൊരു എയിം ഉണ്ടായി കഴിഞ്ഞാലും നമ്മൾ ആ ഗോളിലോട്ട് എത്താനും നമ്മൾക്ക് ടൈം എടുക്കാം. പക്ഷെ ചിലർക്കാണെങ്കിൽ പെട്ടെന്ന് അവർക്കൊരു ക്ലിയർ എയിം ഉണ്ടായിരിക്കും, അവർക്ക് ദേ വിൽ ബി റിയലി ഫോക്കസ്ഡ് ആയിരിക്കും, അവരുടെ എയിമിലോട്ട് പെട്ടെന്ന് എത്തിച്ചേരും. പക്ഷെ എനിക്ക് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി നീഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് മോട്ടിവേഷൻ ഓർ എൻകറേജ്മെന്റ്. മജോറിറ്റി ഓഫ് us അങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നുന്നു നമ്മള്. അപ്പൊ ആ ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ എൻകറേജ്മെന്റ് ഉണ്ടെങ്കിൽ സംടൈംസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ എയിം എന്താന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ആ എയിം അച്ചീവ് ചെയ്യാൻ നമ്മൾക്ക് ആ സപ്പോർട്ട് യൂസ് ചെയ്ത് നമ്മൾക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പം ചിലപ്പോൾ ആ ജേർണി ഞാൻ പറഞ്ഞ പോലെ മേ ടേക്ക് 10 years അല്ലെങ്കിൽ 20 years എടുക്കുമായിരിക്കും. അതിനിടയ്ക്ക് ഒത്തിരി ഡിഫിക്കൽട്ടീസ് ചിലപ്പോൾ ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യും. നമ്മൾ ചിലപ്പോൾ ട്രൈ ടു തിങ്ക് ഓ ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട്, ഓ ഐ എം നോട്ട് ഗെറ്റിംഗ് എനിവെയർ. നമ്മൾക്ക് ഡൈവേർട്ട് ആയി പോവാം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഡിഫറെന്റ് പ്രയോറിറ്റീസ് വരും. ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് സെറ്റിൽ ചെയ്യുന്നതിന് നമ്മൾക്ക് മക്കളുണ്ട്, ഫാമിലി ഉണ്ട്. അപ്പം നമ്മുടെ പ്രയോറിറ്റീസ് ചിലപ്പം ഡിഫറെന്റ് ആവും. അപ്പോൾ നമ്മളുടെ എയിമിൽ നിന്ന് നമ്മൾ ഡൈവേർട്ട് ആയി പോകും. സോ ആ ഇതിൽ നിന്നെല്ലാം ഇറ്റ് ടേക്സ് ലോങ് ടൈം സംടൈംസ്. സോ ഇഫ് യു റിയലി ഫോൾ ഇൻ ലവ് വിത്ത് ദാറ്റ് പ്രോസസ്, എനിക്ക് തോന്നുന്നു ആ എയിമിലോട്ട് നമുക്കുള്ള ആ ജേർണി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആ 10 years നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഗോളില് അത് നമ്മുടെ ലൈഫാണ്. ആ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുവാണെങ്കിൽ, ഇഫ് യു റിയലി ലൈക്ക് ഓർ ലവ് വാട്ട് വി വോണ്ട്, അപ്പൊ നമ്മൾക്ക് എളുപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മുടെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പൊ മോനൊരു നല്ലൊരു കേക്ക് ബേക്ക് ചെയ്യണം നമ്മൾക്ക്. അപ്പൊ അവനൊരു നല്ലൊരു സർപ്രൈസ് കൊടുക്കണം. അപ്പൊ എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്, ബേക്കിംഗ് ഇഷ്ടമാണെങ്കിൽ എനിക്ക് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആ ജേർണി എനിക്ക് ഇഷ്ടമായിരിക്കും, ഞാനത് എൻജോയ് ചെയ്യും, എനിക്കത് നല്ലതായിട്ട് ഒരു എൻഡ് റിസൾട്ട്സ് കിട്ടും. അതേസമയം എനിക്കിപ്പം ബേക്കിംഗ് ഇഷ്ടമില്ല, കുക്കിംഗ് ഇപ്പം നമുക്ക് ചെയ്യണമല്ലോ എന്ന് ഓർത്ത് നമ്മൾ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാവുമ്പോൾ നമ്മൾക്ക് ആ ജേർണി നമ്മൾക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. നമുക്ക് അറിയത്തില്ല അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ വാങ്ങിക്കേണ്ടതെന്ന് അറിയത്തില്ല, അല്ലാതെ എവിടുന്ന ഏത് ഷോപ്പിലാണ് കിട്ടുന്നതെന്ന് നമുക്ക് അറിയത്തില്ല, എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ ദാറ്റ് ഈസ് എ റിയൽ ചലഞ്ച് ഫോർ us. അപ്പൊ അവിടെയാണ് നമ്മുടെ ചോയ്സസ് നമുക്ക് ചൂസ് ചെയ്യണം. നമുക്ക് ചോയ്സസ് ഉണ്ട്. Either we can drop our plan to make the cake, അല്ലെങ്കിൽ നമ്മൾക്ക് സപ്പോർട്ട് സീക്ക് ചെയ്യാം. നമ്മൾക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാം, TV ഷോസ് കാണാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന്റെ കൂടെ പോയി നമ്മൾക്ക് കേക്ക് ബേക്ക് ചെയ്യാം. അപ്പം നമ്മൾക്ക് ആ എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ നമ്മൾക്ക് റിയലി സ്റ്റാർട്ട് ടു ലേൺ ദാറ്റ് യെസ് ഐ എം ഡൂയിങ് ദിസ് ഫോർ മൈ സൺ. സോ ഞാനത് ലേൺ ചെയ്യാൻ പോകുന്ന സന്തോഷത്തോടു കൂടി ഞാനത് ചെയ്തു. അപ്പം നമ്മൾക്കിടെ ആ എൻഡ് റിസൾട്ട്സ് നല്ലതായിരിക്കും. പക്ഷെ ചിലപ്പോൾ നമ്മൾ അത് ചെയ്ത് വന്നു കഴിയുമ്പം നമ്മൾ ഫെയിലായി പോകും. ഒരു കേക്ക് ബേക്ക് ചെയ്തു, അത് ഫെയിലായി. 2 കേക്ക് ബേക്ക് ചെയ്തു, ഫെയിലായി. 3 കേക്ക് ഫെയിലായി. പിന്നെ നമ്മൾക്കത് മുന്നോട്ട് പോകാൻ നമുക്കൊരു മോട്ടിവേഷൻ ഇല്ലാണ്ട് പോകും. പക്ഷെ അവിടെയാണ് റിയൽ ചലഞ്ച്.
നമ്മുടെ ഫെയിലിയർ നമ്മുടെ ഓപ്പർച്യൂണിറ്റി ആക്കി നമ്മൾ എടുക്കുക. അവിടെ നമ്മൾ വീണ് പോയിരുന്ന് നമ്മൾ സ്റ്റാൻഡപ്പ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. അത് ഈസി അല്ല, ഒരിക്കലും ഈസി അല്ല നമ്മൾക്ക്. പക്ഷെ നമ്മൾക്ക് അതിന് ചിലപ്പോൾ സപ്പോർട്ട് വേണ്ടി വരുമായിരിക്കും, ഫ്രണ്ട്സിന്റെ അടുത്ത് ടോക്ക് ചെയ്യണമായിരിക്കും. ഇഫ് യു റിയലി നീഡ്, യെസ് വി ഷുഡ് ഡു ദാറ്റ്. നമ്മൾ തന്നെ ആ വിഷമങ്ങൾ ഒതുക്കി വെച്ചിട്ട് നമ്മൾക്ക് ഒരു കാര്യമില്ല. നമ്മൾക്ക് എവിടെ നിന്നാണ് നമ്മൾക്ക് ഹെൽപ്പ്. നമുക്കറിയാം, ഇപ്പൊ ഈ കേരള നഴ്സസ് UK തന്നെ നോക്ക്, നമ്മൾക്ക് എന്തോരം എക്സ്പീരിയൻസ് ആയിട്ടുള്ള നഴ്സുമാർ ഇതിനകത്തുണ്ട്. ബാൻഡ് 8A, 8B, 8C. അപ്പൊ അങ്ങനെയുള്ള അടുത്ത് നമ്മൾക്ക് എവിടെ നിന്നാണ് നമ്മൾക്ക് സപ്പോർട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ സപ്പോർട്ട് നമ്മൾ എടുക്കുക. അപ്പം നമ്മുടെ ആ ജേർണി നമ്മൾക്ക് ഈസി ആവും. നമ്മുടെ ഗോളിലോട്ട് നമ്മൾ എത്തിച്ചേരും. ഇപ്പൊ എന്റെ ലൈഫില് ഞാൻ ബാൻഡ് 5 ആയിട്ടല്ല ഞാൻ ഇവിടെ എത്തിയത്. ഒരു സീനിയർ കെയറർ ആയിട്ടാണ് ഞാൻ വന്നത്. നാട്ടിൽ നിന്ന് വന്നത് 2002 ഞാൻ ഇവിടെ വന്നത്. അപ്പൊ വരുന്നതിന് മുന്നും എനിക്ക് ഒരു പഠിച്ചുകൊണ്ടിരുന്ന കാലത്തും കാർഡിയോളജിയിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കാർഡിയോളജി നേഴ്സ് ആവുമെന്ന് വിചാരിച്ചൊന്നും അല്ല കേട്ടോ. പക്ഷെ എനിക്ക് ജെനുവിൻലി എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു കാർഡിയോളജിയിൽ. അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടും ഞാൻ താല്പര്യപ്പെട്ടത് കാർഡിയോളജിയിൽ വർക്ക് ചെയ്യാനാ. അപ്പൊ ഞാൻ എസ്കോർട്സിൽ 2 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അപ്പൊ അന്ന് ഞാൻ ആദ്യം ഇന്റർവ്യൂവിന് പോയി, ഞാൻ ഫെയിൽ ആയി പോയി കാർഡിയോളജി എസ്കോർട്സിൽ ഇന്റർവ്യൂവിന് പോയപ്പോ. അപ്പം നമുക്ക് വിഷമമായി. പക്ഷെ എങ്കിൽ എനിക്കറിയായിരുന്നു. അപ്പൊ അങ്ങ് അന്വേഷിച്ചപ്പോ അറിഞ്ഞു അപ്പോളയിൽ ഒരു കോഴ്സ് ഉണ്ട്, ഒരു 6 monthsന്റെ ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാല് എസ്കോർട്സിൽ ജോലി കിട്ടുമെന്ന്. അപ്പൊ ആ കോഴ്സ് ഞാൻ ലക്കിലി എനിക്ക് ആ കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റി. ആ കോഴ്സ് ഞാൻ 6 months ചെയ്തു. അത് കഴിഞ്ഞ് എസ്കോർട്സ് ഞാൻ ജോയിൻ ചെയ്തു. CCUലാണ് വർക്ക് ചെയ്തത്. അതെന്റെ ജീവിതത്തിൽ ഒരു വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ്. അതാണ് എന്നെ ജീവിതത്തിൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ CCUന്ന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. 2 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ സീനിയർ കെയറിന്റെ വിസയിൽ വന്നൊരു നഴ്സിംഗ് ഹോമിൽ 6 മാസം ഞാൻ ജോലി ചെയ്തു. ആ ജോലി ചെയ്ത സമയത്ത് ഞാൻ NHSൽ അഡാപ്റ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്ത് 2 ഹോസ്പിറ്റലിൽ അന്ന് എനിക്ക് കിട്ടി. ഒന്ന് ലെസ്റ്ററില് ICUവിൽ കിട്ടി. പിന്നെ എനിക്ക് കിട്ടിയത് അത് കിട്ടിക്കഴിഞ്ഞായിട്ട് സറയിലൊരു ഹോസ്പിറ്റല്, ഈ സറൈ ഹോസ്പിറ്റലില് അഡാപ്റ്റേഷന് കിട്ടി. അപ്പൊ അന്ന് ഇന്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഒരു റിക്വസ്റ്റ് ചെയ്തു. എനിക്ക് കാർഡിയോളജിയാണ് എന്റെ എക്സ്പീരിയൻസ്, അതാണ് എന്റെ ഇൻട്രസ്റ്റ്, എനിക്ക് കാർഡിയോളജിയിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. സോ ലക്കിലി അഗെയിൻ അത് എന്നെ ഹെൽപ്പ് ചെയ്തു. അവരെനിക്ക് ആ പ്ലേസ്മെന്റ് തന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ചൂസ് ചെയ്തു. ഓൾസോ എനിക്ക് ഇവിടെ ഫാമിലി ഉണ്ടായിരുന്നു. ലണ്ടനിൽ എന്റെ ബ്രദർ ഉണ്ടായിരുന്നു, കസിൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചൂസ് ചെയ്തത് ലണ്ടൻ ക്ലോസ് ടു ലണ്ടൻ സ്റ്റേ ചെയ്യാനായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ കാർഡിയോളജിയിൽ ഈസറെ ഹോസ്പിറ്റലില് 2002 സ്റ്റാർട്ട് ചെയ്തു. ബാൻഡ് 5 ആയിട്ട് ഹാപ്പിലി ജോലി ചെയ്യുന്നു. നല്ല ഞാൻ ഒരു കീൻ ലേണർ ആയിരുന്നു. അപ്പം എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഞാൻ യൂസ് ചെയ്തു. വാർഡിലാണെങ്കിൽ ഇപ്പോൾ ഒരു വാർഡ് റൗണ്ടിൽ അറ്റൻഡ് ചെയ്യുക, കൺസൾട്ടൻസിന്റെ ടീച്ചിങ് അറ്റൻഡ് ചെയ്യുക. ഞങ്ങളുടെ വാർഡിൽ ഒരു കൺസൾട്ടന്റ് ഉണ്ടായിരുന്നു, വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു നഴ്സസിനെ ഒക്കെ പഠിപ്പിക്കാനായിട്ട്. അപ്പം ECG ഒക്കെ ചെയ്യണം. എന്റെ ഫസ്റ്റ് ECG ലെസൺസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറുടെ അടുത്തു നിന്നായിരുന്നു, കൺസൾട്ടന്റിന്റെ അടുത്തായിരുന്നു. ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും നഴ്സസിനെ ഒക്കെ പഠിപ്പിക്കാനായിട്ട്. അപ്പൊ അതായിരുന്നു എന്റെ ഫസ്റ്റ് ലെസൺസ്. പിന്നെ ഹോസ്പിറ്റലിലുള്ള ഇൻട്രസ്റ്റ് ട്രെയിനിങ്സ് ലൈക്ക് കാർഡിയോളജി മോണിറ്ററിംഗ്, ECG കോഴ്സസ്, കാർഡിയാക് മോണിറ്ററിംഗ് കോഴ്സ്, പിന്നെ ഈ ഇന്റർമീഡിയറ്റ് ലൈഫ് സപ്പോർട്ട്, ALS, ആ കോഴ്സൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് വാർഡ് മാനേജറിന്റെ അടുത്ത് ഒരു ദിവസം ചോദിച്ചു, നിനക്ക് എന്താവാനോ ഫ്യൂച്ചറിൽ ആഗ്രഹമെന്ന്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു എയിം ഒന്നും അന്നില്ലായിരുന്നു. നമ്മൾക്ക് അഡാപ്റ്റേഷൻ ചെയ്തു, ബാൻഡ് 5 ആയി, നമ്മൾ ഹാപ്പി ആയിരുന്നു അന്ന്. നമ്മൾക്ക് അതിൽ കൂടുതൽ നമ്മൾ മുന്നോട്ട് പോകുമെന്നോ ഒരു സ്പെഷ്യലിസ്റ്റ് നേഴ്സ് ആവുമെന്നോ അങ്ങനെയൊന്നും ഒരു ഡ്രീം ഇല്ലായിരുന്നു നമുക്ക്. അങ്ങനെയൊരു ഡ്രീം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു നമ്മൾക്ക്. പക്ഷേങ്കിൽ ഐ വാസ് ജെന്യുവൻ ഇൻ മൈ വർക്ക്, ഐ വാസ് ഹാർഡ് വർക്കിംഗ്. അപ്പൊ അങ്ങനെ നമ്മൾ ജോലി ചെയ്തു. എന്നിലുള്ള പൊട്ടൻഷ്യൽ എന്റെ മാനേജർ ശരിക്കും ഹി വാസ് റിയലി സപ്പോർട്ടീവ്. ഇറ്റ് വാസ് എ ഗുഡ് ടീം ആയിരുന്നു ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലില്. അപ്പൊ എന്റെ പൊട്ടൻഷ്യൽ അറിഞ്ഞ് എനിക്ക് 9 months കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഗ്രേഡിലോട്ട് പ്രൊമോഷൻ കിട്ടി. ഈ ഗ്രേഡിലോട്ടുള്ള പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂ ഒന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഒരു ചാറ്റ് ആയിരുന്നു.
ആ ചാറ്റിൽ എൻ്റെ ചാറ്റിൽ അവസാനം പറഞ്ഞു നിനക്ക് പ്രൊമോഷനാണ് ഈ ഗ്രേഡിലോട്ട്, എനിക്ക് എൻ്റെ വേരിയേഷൻ ഫോം സൈൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ നാട്ടിൽ കല്യാണം കഴിക്കാൻ പോകുന്ന സമയമായിരുന്നു. അപ്പോൾ എനിക്കൊരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഒന്നും എടുക്കാൻ അത്രയും അങ്ങ് താല്പര്യമില്ലായിരുന്നു. പിന്നെ നമ്മുടെ സ്വഭാവം അറിയാലോ, മലയാളി നഴ്സസ് നമുക്ക് എപ്പോഴും ഒരു ഇച്ചിരി കോൺഫിഡൻസ് കുറവാണ് എന്ത് ചെയ്യാനും. നമുക്കൊരു ഇച്ചിരി ഒരു പുഷ് വേണം നമ്മൾക്ക് എന്ത് ചെയ്യാനും. അപ്പം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓ നിനക്ക് പ്രൊമോഷനാ, അപ്പം നിനക്ക് മോർ ഡവറി കിട്ടും. പുള്ളിയുടെ വിചാരം എന്തുവാ, നമ്മൾക്ക് മോർ ഡവറി കിട്ടുമെന്നായിരുന്നു കേട്ടോ പുള്ളി വിചാരിച്ചത്. പക്ഷേ ഓപ്പോസിറ്റ് ആയിരുന്നു, നമുക്കല്ലേ അറിയാവുള്ളൂ. എനിവേ ഞാൻ ആ ജോബ് റോൾ എടുത്തു, അതിൽ ഹാപ്പി ആയിരുന്നു. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് ജോലിക്ക് പോകുമ്പോൾ എന്തെല്ലാം ഡിഫറെന്റ് റോൾസ് കാണും. നഴ്സ് മാനേജേഴ്സിനെ കാണും, സൈറ്റ് കോർഡിനേറ്ററിനെ കാണും, ചീഫ് നഴ്സിനെ കാണും, വാർഡ് മാനേജറുണ്ട്. പക്ഷെ ആ ജോബ് റോളൊന്നും എനിക്ക് അത്ര അട്രാക്ഷൻ ആയിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിൽ ഒരു സ്പെഷ്യലിസ്റ്റ് നഴ്സ് ഉണ്ടായിരുന്നു, കാർഡിയാക് സ്പെഷ്യലിസ്റ്റ് നഴ്സ്. ആ നഴ്സ് ആയിരുന്നു എൻ്റെ ഇൻസ്പിറേഷന്. അതായിരുന്നു എൻ്റെ ഒരു സ്പാർക്ക്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നമ്മുടെ ജോബ് ചെയ്യുന്നു, ഹാപ്പിയാണ്, നമ്മൾ പോകുന്നു. പക്ഷെ ആ നേഴ്സിന്റെ ജോബ് റോള് എങ്ങനെയോ എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ ആ പുള്ളിക്കാരുടെ അടുത്ത് കൂടുതൽ സംസാരിക്കാനും ജോബ് റോളിനെ കുറിച്ച് കൂടുതൽ അറിയാനും അങ്ങനെയൊക്കെ നോക്കി. പക്ഷെ എന്നെങ്കിലും എനിക്കത് ഡ്രീം ചെയ്യാൻ പറ്റില്ലായിരുന്നു അന്ന്, അതിനുള്ള കോൺഫിഡൻസ് ഇല്ലായിരുന്നു എനിക്ക്. പക്ഷെ ലക്കിലി എനിക്കൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി കിട്ടി. എനിക്ക് ബ്രൈറ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു കാർഡിയോളജി പാത്വേ ചെയ്യാനായിട്ട് 6 monthsന്റെ ഒരു കാർഡിയോളജി പാത്വേ. ആ പാത്വേ ആയിരുന്നു എൻ്റെ ലൈഫ് ചേഞ്ചിങ്. അതായിരുന്നു ഒരു ബിഗ് സ്റ്റെപ്പ് എൻ്റെ ലൈഫില്. അത് ചെയ്ത് ഒരു 6 modules ആയിരുന്നു. അതിനകത്ത് ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഹാർട്ട് ഫെയിലിയർ ഉണ്ട്, അരിത്മിയാസ് ഉണ്ട്, ECG ഉണ്ട്, ചെസ്റ്റ് പെയിൻ ഉണ്ട്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ 6 modules ഞാൻ ചെയ്തതുകൊണ്ട് എനിക്ക് ഏത് ജോബ് റോൾ വേണേലും ചെയ്യാനുള്ള കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത്. പക്ഷെ ഇറ്റ്സ് എഗെയിൻ ആ പാത്വേ ചെയ്യാനായിട്ട് എൻ്റെ മാനേജർ എന്നെ സംസാരിച്ചപ്പോൾ എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് കുറവായിരുന്നു. എനിക്കൊരു പേടിയായിരുന്നു, നമ്മൾ പാസ്സാവുമോ, ഫെയിലായി പോവുമോ. എഗെയിൻ ഹി വാസ് വെരി ഗുഡ്. അതവണ് ഞാൻ വളരെ ലക്കി ആയിരുന്നു ആ രീതിയിൽ. ഹി സപ്പോർട്ടഡ് മീ. പക്ഷെ എന്ത് സംഭവിച്ചു, ഫസ്റ്റ് മൊഡ്യൂളിന് പോയി ഞാൻ ഫെയിലായി പോയി. അപ്പം ഞാൻ ഓർത്തു പോയി, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല ഇത് ചെയ്യാനായിട്ട്. ഇനിയും അനദർ 6 modules ഉണ്ട്. ഈ ആദ്യത്തേന് തന്നെ ഞാൻ ഫെയിലായി. അപ്പൊ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യാമെന്ന് ഞാൻ ആദ്യം ഓർത്തു. പിന്നെ ഇല്ല, പിന്നെ ഞാൻ അത് ചേഞ്ച് ചെയ്ത് ഡിഫറെന്റ് ആയിട്ട് എൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി ഞാനത് മാറ്റി. ഞാൻ എവിടെയാണ് എൻ്റെ മിസ്റ്റേക്കുകൾ പറ്റിയെന്ന് ഞാൻ മോർ ആൾക്കാരോട് സംസാരിച്ചു. ഈവൻ സ്റ്റുഡന്റ് നഴ്സസ് നമ്മുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോബ്ലം എന്തുവായിരുന്നു വെച്ചാൽ essay റൈറ്റിംഗിലായിരുന്നു എൻ്റെ പ്രോബ്ലം. അപ്പം എൻ്റെ വാർഡിൽ വരുന്ന സ്റ്റുഡന്റ് നഴ്സസ് അവർക്ക് ഗുഡ് ഇംഗ്ലീഷ് ഉണ്ട്, അവർക്ക് നന്നായിട്ട് റൈറ്റ് ചെയ്യാൻ അറിയാം. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ടിപ്സ് ചോദിച്ചു, എങ്ങനെ നമ്മൾക്ക് ഒരു നല്ലൊരു essay എഴുതാമെന്ന്. അപ്പൊ ഞാൻ പിന്നെ ഡിസൈഡ് ചെയ്തു ഞാൻ ഈ കോഴ്സിന് കണ്ടിന്യൂ ചെയ്യാമെന്ന്. അപ്പൊ ഞാൻ ഒന്ന് ഫെയിൽ ആയതുകൊണ്ട് പിന്നെയും നമുക്ക് ഹോസ്പിറ്റലിനോട് അതിന് ഫണ്ട് ചെയ്യാൻ പറയാൻ പറ്റത്തില്ല ആ മൊഡ്യൂളിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അത് സെൽഫായിട്ട് ഫണ്ട് ചെയ്തു ആ ഒരു മൊഡ്യൂളിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ റീസ്റ്റാർട്ട് ചെയ്തു, ഞാനത് ഫിനിഷ് ചെയ്തു. അപ്പൊ ഞാനൊരു essay എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റുഡന്റ് നഴ്സിന്റെ കയ്യിൽ കൊടുക്കുമായിരുന്നു, അത് വായിച്ചു നോക്കാനും. അതിന് ലിറ്റിൽ ഗ്രാമർ മിസ്റ്റേക്സോ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ കയ്യിൽ കൊടുക്കുമായിരുന്നു. ഫൈനലി ഞാൻ ഫൈനൽ മൊഡ്യൂൾ ചെയ്തപ്പോൾ എനിക്ക് A ഗ്രേഡ് ഉണ്ടായിരുന്നു. അപ്പൊ അവർ A എന്ന് പറഞ്ഞാൽ നല്ല ഗ്രേഡ്, BC അങ്ങനെയാണ്. അപ്പം ഞാൻ റിയലി പ്രൗഡായിരുന്നു. ഞാൻ അറ്റ് ദ എൻഡ് എനിക്കിത് ചെയ്യാൻ പറ്റി എന്നുള്ളത്. അത് മാത്രമല്ല, ഞാൻ എൻ്റെ ജോബിൽ ഒരു പേഷ്യന്റ് എൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റ് എൻ്റെ കൂടെ ഓർഡർ റൗണ്ട് പോകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽസ് ഇവിടുന്ന് ശരിക്കും നല്ല ഒരു ഹൈ ലെവലിലെത്തി. അതാണ് യെസ്, നോളജ് ഈസ് പവർ. അത് ശരിക്കും അത് നമ്മൾക്ക് റിയൽ ലൈഫിൽ നമ്മൾക്ക് അറിയാൻ പറ്റുമോ അത്. പക്ഷെ എങ്കിലും ഞാനൊരു സ്പെഷ്യലിസ്റ്റ് ജോബ് റോൾ അപ്ലൈ ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഒരു ആഗ്രഹം എനിക്കില്ലായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് എ വെരി നൈസ് ജോബ് വാട്ട് ഐ വാസ് ഡൂയിങ്. നല്ലൊരു മാനേജർ, നല്ലൊരു ടീം, 5 minute ഡ്രൈവിംഗ് ഫ്രം ഹോം. അപ്പൊ എല്ലാം കൊണ്ട് ഒരു കംഫോർട്ട് സോണിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് വേറൊരു ജോലിക്ക് പോകണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എങ്കില് ഞാനപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു വേക്കൻസി വന്നു. റീഹാബ് നഴ്സിന്റെ ഒരു ബാൻഡ് 7 ഒരു സെക്കൻഡ്മെന്റ് പോസ്റ്റ് വന്നു. അപ്പൊ ഞാൻ സെക്കൻഡ്മെന്റ് ആയതുകൊണ്ട് ആദ്യം ഓർത്തു ഇത് സെക്കൻഡ്മെന്റ് അല്ലേ, പോകുന്നില്ല. പിന്നെ ഓർത്തു നമ്മൾക്ക് പോയാലൊന്നും കിട്ടിയല്ല. പിന്നെ ഞങ്ങളെടുത്ത് പോയി നോക്കാം, ഒരു ഇന്റർവ്യൂവിന് ഒരു എക്സ്പീരിയൻസ് ആകുമല്ലോ, ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ അപ്ലൈ ചെയ്തു. ഇന്റർവ്യൂവിന് പോയി. ഈസ് അഗെയിൻ ഐ വാസ് ലക്കി, എനിക്ക് ആ പോസ്റ്റ് കിട്ടി. പക്ഷെ എൻ്റെ വാർഡ് മാനേജർ എന്നെ സപ്പോർട്ട് ചെയ്തില്ല.
അന്നെന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര ഷോർട്ട് സ്റ്റാഫ് ആയിരുന്നു ഞങ്ങളുടെ വാർഡിൽ. ദാറ്റ്സ് ദ ഫസ്റ്റ് ടൈം ഹി സെഡ് നോ ടു മീ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ നോയ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു ബിഗ് ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു. അന്ന് അത് നോ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ സെക്കൻഡ്മെന്റിന് പോവും. ആഫ്റ്റർ 6 months എനിക്ക് ചിലപ്പോൾ അത് കണ്ടിന്യൂഷൻ കിട്ടില്ലായിരിക്കും. തിരിച്ചു വന്ന് ഞാൻ ആ വാർഡിൽ വർക്ക് ചെയ്ത് ഇന്നും ആ വാർഡിൽ ഞാനൊരു സിസ്റ്ററായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയ ഒരു ജോബ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ ചെയ്തില്ല. പക്ഷെ അത് എൻ്റെ മനസ്സിൽ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട് കടന്നു. ആ ഡിസപ്പോയിന്റ്മെന്റിൽ നിന്ന് ഞാൻ വേറെ ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ ഒരു 1 hour ഒക്കെ ഡ്രൈവ് ചെയ്ത് പോകണം എൻ്റെ വീട്ടിൽ നിന്ന്. എനിക്കൊരു കൊച്ചുണ്ട്, അവൻ കുഞ്ഞാണ്. അപ്പോൾ അവനെയൊക്കെ ഇട്ടിട്ട് പോകണം. അതൊക്കെ അങ്ങനെ ഡിഫറെന്റ് ചലഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നെങ്കിലും എനിക്ക് കിട്ടിയ ജോബ് എനിക്ക് എടുക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം, ആ വിഷമത്തിൽ നിന്ന് ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് ഈ ബാൻഡ് 7 ഞാൻ ഇപ്പൊ ചെയ്യുന്ന ഈ ജോബ് റോൾ എനിക്ക് 2009 ഞാൻ എടുത്തത്. അപ്പൊ 12 വർഷമായിട്ട് ഞാൻ ആ ജോലി ചെയ്യുന്നു. എന്റെ ജോലി വളരെ നല്ലതാണ്, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾക്കത് ഇത് കണ്ണടിച്ചാണെങ്കിലും എനിക്ക് ഡ്രൈവ് ചെയ്ത് 5 മിനിറ്റേ ഉള്ളൂ പോവാനായിട്ട്. ഇപ്പം ഞാൻ വേറെ വീട് ഇങ്ങോട്ട് മാറി മേടിച്ചത് കൊണ്ട് ഇപ്പൊ ഈസിയാണ്, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഈസിയാണ്, ജോലിയും വളരെ ഈസിയാണ്. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞപ്പം നമ്മൾ ഒരു സെയിം റോളില് കുറെ നാൾ നിന്ന് കഴിയുമ്പം എനിക്ക് തോന്നുന്നു നമ്മൾക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയും. ദാറ്റ് ഇസ് വെരി ട്രൂ. ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ വേറെ ഒന്ന്, എനിക്കൊരു സ്പെഷ്യലിസ്റ്റ് റോൾ നേഴ്സ് ആവണമായിരുന്നു, ഞാൻ അതായി. ഇനിയിപ്പോ എനിക്ക് വേറെ എയിം ഒന്നും ഇല്ല. എനിക്ക് അറിയത്തില്ല ഇനി വാട്ട് എൽസ് ഐ വാണ്ട് ടു ബി ഇൻ മൈ ലൈഫ്. അപ്പൊ പതുക്കെ എന്റെ മോർ കോൺസെൻട്രേഷൻ എന്റെ ഫാമിലി ആയി. യെസ്, വി നീഡ് ടു സ്പെൻഡ് ടൈം ഫോർ ഫാമിലി, ദാറ്റ് ഇസ് അവർ ഫസ്റ്റ് പ്രയോറിറ്റി. പക്ഷെ നമ്മുടെ കരിയർ നമ്മൾ വേണ്ടെന്ന് വെക്കരുത്. പക്ഷെ ഞാൻ പതുക്കെ എന്റെ വർക്കിംഗ് അവേഴ്സ് കുറച്ചു. വേറെ കോഴ്സ് ചെയ്യാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. 12 years ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ സർപ്രൈസ് ആയിരിക്കും. 12 years ആയിട്ട് ഞാൻ ഒരു കോഴ്സ് പോലും ചെയ്തില്ല, അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഞാൻ എടുത്തില്ല. until few months ago I was ready to retire. ആ ഒരു സ്റ്റേജിലായിരുന്നു എൻ്റെ മനസ്സ്. പക്ഷേങ്കിൽ ഇപ്പൊ എൻ്റെ കുട്ടികൾ വലുതായി, അവര് ഹൈസ്കൂളിലെത്തി. ഇപ്പൊ എനിക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാം, അവര് മോർ ഇൻഡിപെൻഡന്റ് ആയി. അപ്പൊ നോക്കിയപ്പോ എനിക്ക് ബോറായി തുടങ്ങി. ലൈഫിലാണെങ്കിലും എനിക്ക് ബോറായി, കരിയറിലാണെങ്കിലും സെയിം തിങ് ഈസ് ഡൂയിങ്. അപ്പോഴാണ് ഞാൻ ഓർത്തെ, യെസ്, ഐ തിങ്ക് ഐ ഷുഡ് ഹാവ് ഡൺ സംതിങ് ഡിഫറെന്റ്ലി ഫോർ ദ ലാസ്റ്റ് 12 years. അപ്പൊ ആരെങ്കിലും ഈ ഗ്രൂപ്പില് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, നമ്മൾ അച്ചീവ് ചെയ്യാൻ എത്തി, ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. ദർ ഈസ് ഓൾവേസ് സംതിങ് ഡിഫറെന്റ് ടു ഡു. സോ ഞാനിപ്പോ ആ ഒരു പ്രോസസ്സിലാണ്. ശരിക്കും എന്ത് ചെയ്യണം, ഫർദർ എന്തെങ്കിലും ഒരു സ്റ്റഡി ചെയ്യണം എന്നും, വേറെ ഒരു കരിയർ ഡെവലപ്മെന്റ് ഏത് രീതിയിൽ എത്തണം, അങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടെ ഞാൻ കടന്നു പോവുകയാണ്. ഐ എം ടോക്കിംഗ് ടു മോർ പീപ്പിൾ അബൌട്ട് ദാറ്റ്. ഒരു റൈറ്റ് ഡിസിഷൻ എനിക്ക് എടുക്കാൻ, ഇതുവരെ എനിക്കൊരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ബട്ട് ഐ ആം ട്രൈയിങ്. ആൻഡ് അതാണ് എന്റെ ശരിക്കും ഇനി എന്റെ ഫോക്കസ്. ട്രൈ സംതിങ് ഡിഫറെന്റ്ലി. ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ഇത്രയും 20 years ആയിട്ടാണ് ഞാൻ കാർഡിയോളജി വർക്ക് ചെയ്തത്. എന്റെ ഓൾ മൈ ലൈഫിൽ എന്റെ കരിയർ കാർഡിയോളജിയാണ്. പക്ഷെ എനിക്ക് സംതിങ് ഹയർ എത്തണമെന്ന് എനിക്ക് എന്റെ മനസ്സിലുള്ളതുകൊണ്ട് ആ സ്പെഷ്യാലിറ്റി ചേഞ്ച് ചെയ്യാൻ പോലും ഞാൻ ഇപ്പോൾ റെഡിയാണ്. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഇയറിൽ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ കാർഡിയോളജി ലീവ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ലീവ് ചെയ്യില്ലായിരുന്നു. പക്ഷെ ഇപ്പം എന്റെ ഗോൾ ചേഞ്ച്ഡ്. എനിക്ക് എനിക്ക് അച്ചീവ് ചെയ്യണം എന്റെ കരിയറിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കാർഡിയോളജി ലീവ് ചെയ്യാനായിട്ട് ഐ തിങ്കിങ്, ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് സേയിങ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഡു ദാറ്റ്. പക്ഷെ ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് ഒരു എയിം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഓൾവേസ് ഒരു വേ ഉണ്ട്. ഇറ്റ് മേ ബി ഡിഫിക്കൽട്ട്, ദ പ്രോസസ് വിൽ ബി ലോങ്ങർ ആൻഡ് ദർ വിൽ ബി ലോട്ട്സ് ഓഫ് ചലഞ്ചസ്. പക്ഷേ എങ്കിൽ നമുക്ക് റിയൽ ആയിട്ട് നമ്മൾക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്നോട് മാത്തിക്കുട്ടി ഈ സെഷനോട് ചെയ്യാൻ പറഞ്ഞപ്പം എന്നോട് വേറെ ഒരു കാര്യവും പറഞ്ഞു. ECG യെ കുറിച്ച് ഇച്ചിരി ടോക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ എഗെയിൻ ECG യെ കുറിച്ച് ടോക്ക് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം എന്റെ ഒരു കുറച്ച് നോളജ്. നിങ്ങൾക്ക് അത് എത്രത്തോളം മേക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ബിക്കോസ് നമുക്ക് സ്ക്രീൻ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ ടീംസ് ടീച്ചിങ് ആണെങ്കിൽ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ ഇടാമായിരുന്നു. എന്ന് പറഞ്ഞാൽ ECG എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് സം എക്സാമ്പിൾസ് കാണിക്കണമല്ലോ. അപ്പൊ എനിവേ, ഞാൻ സം എക്സാമ്പിൾസ് എന്റെ കയ്യിലുണ്ട്. എത്ര ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെങ്കിൽ ഞാൻ നിങ്ങളെ കുറച്ച് എക്സാമ്പിൾസ് കാണിക്കാം. അപ്പൊ ECG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി റെക്കോർഡിംഗ് ഓഫ് ദി ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട്. അപ്പം
electrical activity recorded ചെയ്തിരിക്കുന്നത് നമ്മുടെ ചെസ്റ്റില് we place some electrodes on the chest and those electrodes analyze the electrical activity and it is transcribed in a graph paper. ECG paper നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊരു ഗ്രാഫ് പേപ്പർ ആണ്. ഞാനൊരു ECGയുടെ പേപ്പർ നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയിരിക്കും എന്ന് അറിയത്തില്ല, പക്ഷെ നിങ്ങളൊക്കെ ECG കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിനകത്ത് ലോട്ട്സ് ഓഫ് ലാർജ് സ്ക്വയേഴ്സും ബിഗ് സ്ക്വയേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ലോട്ട്സ് ഓഫ് അപ്പ് ആൻഡ് ഡൗൺ മാർക്സ് ഉണ്ട്, ലൈക്ക് വേവ്സ്, സ്മോൾ വേവ്സ് ഉണ്ട്, ബിഗ് വേവ്സ് ഉണ്ട്. ആൻഡ് അതിനകത്ത് 12 ലീഡ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. 12 ലീഡ്സ് അത് എന്ന് പറഞ്ഞിട്ട് ലീഡ് 1, ലീഡ് 2, ലീഡ് 3, AVF, V1, V6. ഇതെല്ലാം എന്തോ മെയിൻ ചെയ്യുന്നത്? വൈ ഇറ്റ് ഓൾസ് ലുക്സ് ഡിഫറെന്റ്? ഇതെല്ലാം നമ്മുടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ടാ, ബട്ട് എന്തോ അത് ഡിഫറെന്റ് ആയിട്ട് ലുക്ക് ചെയ്യുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ECGയുടെ പേപ്പറിൽ നമ്മൾക്ക് 12 വ്യൂസ് ഓഫ് ദ ഹാർട്ടാ. ആ ലീഡ്സ് നമ്മൾ ഡിഫറെന്റ് പാർട്ട് ഓഫ് നമ്മുടെ ചെസ്റ്റിലും നമ്മുടെ ലിംസിലും നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പൊ ഓരോ സൈഡിൽ നിന്ന് 12 സൈഡിൽ നിന്നുള്ള വ്യൂസ് ആണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ആ വേവ് ഫോംസ് ഡിഫറെന്റ് ആയിട്ട് നമ്മുടെ ECGയിൽ ലുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഇപ്പൊ ECGയിൽ നമ്മൾ 12 ലീഡ് ECG എന്നാണ് എപ്പോഴും പറയുന്നത്, ബട്ട് ആക്ച്വലി അവിടെ 12 ലീഡ് ഉണ്ടോ? ഇല്ല. നമ്മൾ പേഷ്യന്റിൽ കണക്ട് ചെയ്യുന്ന ഓൺലി 10 ലീഡ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നുള്ളൂ. ആ 10 ലീഡ്സിൽ നിന്ന് വി ഗെറ്റ് 12 വ്യൂസ്. അപ്പൊ ഏതൊക്കെ ലീഡ്സ് ആണ് നമ്മളെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4 ലീഡ്സ് നമ്മൾ ലിംസിൽ പ്ലേസ് ചെയ്യും. 2 ലീഡ്സ് ഓൺ ദി റൈറ്റ് ആം, ലെഫ്റ്റ് ആം, then we got the right foot and the left foot. പക്ഷെ റൈറ്റ് ഫുട്ടിന്റെ ലീഡ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ആക്ടിവിറ്റി അനലൈസ് ചെയ്യുന്നില്ല. റൈറ്റ് ഫുട്ട് ഓൺലി ഫോർ എർത്തിന് വേണ്ടിയിട്ടുള്ള മാത്രം ലീഡ് അത്. അപ്പൊ ആക്ച്വലി നമ്മൾക്ക് 9 ലീഡ്സ് ആണ് അനലൈസ് ചെയ്യുന്നത്, ബട്ട് വി ഗെറ്റ് 12 വ്യൂസ്. സോ 4 ലിംബ് ലീഡ്സ് ആൻഡ് 6 ചെസ്റ്റ് ലീഡ്സ്, ചെസ്റ്റിൽ നിന്നുള്ള ലീഡ്സ്. അപ്പൊ അങ്ങനെ ആ യൂസിങ് ദാറ്റ് 9 ലീഡ്സ് വി ഗെറ്റ് 12 വ്യൂസ്. അങ്ങനെ നമ്മൾ 12 ലീഡ്സ് ECGന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ്സ് ലുക്കിംഗ് ഫ്രം ഡിഫറെന്റ് സൈഡിൽ നിന്നായതുകൊണ്ട് നമ്മളുടെ വേവ് ഫോംസ് ലുക്സ് ഡിഫറെന്റ്ലി. ക്വിക്ക് ആയിട്ട് പിന്നെ ECG പേപ്പറിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല സ്മോൾ സ്ക്വയേഴ്സും ബിഗ് സ്ക്വയേഴ്സും ആയിട്ടാണ് കാണുന്നതെന്ന്. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് എ ഷോർട്ട് സെക്ഷൻ, ആ പേപ്പറിന്റെ ഒരു ഷോർട്ട് സെക്ഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്. ആ സ്മോൾ സ്ക്വയേഴ്സ് മേക്ക് എ ബിഗ് സ്ക്വയർ. സോ ഒരു ലാർജ് സ്ക്വയറിനകത്ത് 5 സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മള് ശരിക്കും ഒരാൾക്ക് ഒരു ECGയെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ ആ പേപ്പറിനെ കുറിച്ച് പഠിക്കണം. ആ പേപ്പറിന്റെ ഒരു സ്മോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതെന്തോ നമ്മൾക്ക് മീൻസ് ചെയ്യുന്നത്. ഇതിനെല്ലാത്തിനും മെഷർമെന്റ്സ് ഉണ്ട്. ഒരു സ്മോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 മില്ലി സെക്കൻഡ്സ്. 5 സ്മോൾ സ്ക്വയർ മേക്സ് എ ലാർജ് സ്ക്വയർ. ആ ലാർജ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 മില്ലി സെക്കൻഡ്സ്. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ച ആദ്യം നമ്മൾ ഒരു ECGയെ കുറിച്ച് പഠിക്കേണ്ട ആൾക്ക് ആദ്യം പഠിക്കേണ്ട ആ ECG പേപ്പറിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ആ ECG പേപ്പറിന്റെ മെഷർമെന്റിനെ കുറിച്ച് പഠിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് വേവ് ഫോംസ് പഠിക്കേണ്ടത്. വേവ് ഫോംസിൽ ECGയിൽ വേവ് ഉണ്ട്, സെഗ്മെന്റ്സ് ഉണ്ട്, കോംപ്ലക്സ് ഉണ്ട്, ഇന്റർവെൽസ് ഉണ്ട്. നമ്മളതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചാലേ നമ്മൾക്ക് ഒരു ECG അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ക്വിക്കായിട്ട് ഒരു അനാട്ടമി ഓഫ് ദ ഹാർട്ട് നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് നിങ്ങളുടെ മെമ്മറി ഞാനൊരു പിക്ചർ ഇവിടെ ഉണ്ട്. നമ്മൾക്ക് എത്ര ചേംബേഴ്സ് ഉണ്ട് ഹാർട്ടിന്? 4 ചേംബേഴ്സ് ഉണ്ട്. റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോ റൈറ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് ഏട്രിയം, both atria are smaller compared to ventricle because atria only allows blood to flow from the top to bottom. These are the atria, right and left atria, and this is the ventricles. So atria only allows blood to flow from the top to bottom. It doesn't allow mixing of blood from atria to atria or ventricle to ventricle. So ventricle actually, especially left ventricle, pump blood to the
the rest of the body. So it has got a bigger chamber and it has got more muscles. In a ECG, what we see P wave. You would have heard P wave. P wave is actually the activity of these both atria, right and left atrial electrical activity. That's what we see as P wave. And what we see as QRS complex in this, I will show you in a second what is a QRS complex. But QRS complex, what we see in an ECG is the electrical activity of the ventricles. And we see P wave is small because I mentioned earlier, atria is smaller and the muscle mass is smaller. So what we see, activity is also small. So it is a very small wave. But whereas ventricle is the muscle mass is more, ventricle is bigger and the activity is also more. So we see a bigger complex, bigger electrical activity in QRS complex. Before I show you a waveform, I'll just speak to you about the conduction system as well. The conduction system is the SA node, the AV node, and bundle of His, and right and left bundle branch, and Purkinje fibers. What is a conduction system? Conduction system, simple ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ conduction system എന്താ വെച്ചാൽ നമ്മുടെ wiring of the heart. അതാണ് ഇപ്പൊ നമുക്ക് ഫ്രിഡ്ജ് വേണമെങ്കിൽ അത് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്, അതിന് വയറിംഗ് ആവശ്യമുണ്ട്. സോ ദാറ്റ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് ഓഫ് ദ ഹാർട്ടിനാണ് നമ്മൾ കണ്ടക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് SA നോഡ് ആണ്. SA നോഡ് ആണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ടോപ്പ് ഓഫ് ദി റൈറ്റ് ഏട്രിയം ആണ്. അപ്പൊ SA നോഡ് AV നോഡ് ആണെങ്കിൽ ബോട്ടം ഓഫ് ദി സ്റ്റിൽ ഇൻ ദ ഏട്രിയം ബട്ട് ഇറ്റ്സ് ഇൻ the top part of the atria. Then the bundle of His, which is where the septum is. Then the right bundle branch goes to the right ventricle and the left bundle branch goes to the left ventricle. So നമ്മൾക്ക് ആ electrical activity from SA node to the Purkinje fibers, ആ activity ആണ് നമ്മൾ ECGയിൽ P ആയിട്ടും QRS ആയിട്ടും T wave ആയിട്ടും നമ്മൾ കാണുന്നത് ECGയിൽ. So can you see this picture? I hope you can see this picture. So if you look at this the first little bump, that's what we see. That is the P wave. So what is the P wave? P wave is the electrical activity of the both atrias. So if the SA node send the impulse, that's where the impulses originate, and it sends the electrical activity to both atrias, and it comes to the AV node. That activity and the atria contracts. So that atrial contraction or atrial systole, that's what we see as P wave. Then what we see is the QRS complex. QRS complex is the electrical, Q wave is the electrical the activation or depolarization of the septum, and RS wave is the ventricular activity. And I mentioned earlier, the ventricles actually has got the more muscle and more electrical activity. That's why we see a bigger wave in QRS complex. Then we see a T wave. So the T wave is actually the resting period. After the contraction of the atria contracts and the ventricle contracts, then the heart goes into the repolarization state. Is get charged again and getting to depolarize again. That's what we see as the T wave. T wave is actually the repolarization is only of the ventricle. It's not the atrium. Because after the atrial depolarization, then the repolarization happens immediately after. But that activity is actually buried in this bigger electrical activity. So we are not seeing the atrial repolarization. What we see is the T wave is the ventricular repolarization. So in a normal beat, a normal cardiac cycle,
നമ്മൾക്ക് ഒരു നോർമൽ പി വേവ് ഉണ്ടായിരിക്കണം, നോർമൽ QRS കോംപ്ലക്സ് ഉണ്ടായിരിക്കണം, ഫോളോഡ് ബൈ ദ പി വേവ്, ദെൻ വി ഷുഡ് ഹാവ് എ ടി വേവ്. എന്നാലേ നമ്മൾക്ക് ഒരു നോർമൽ സൈനസ് ബീറ്റ്, നമ്മുടെ ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ആ പി വേവ്, QRS ആൻഡ് ടി വേവ്, അത് മൂന്നും കൂടെ കൂടിയതാണ് നമ്മുടെ ഒരു നോർമൽ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരാൾക്ക് ഒരു ECG യെ കുറിച്ച് ലേൺ ചെയ്യണമെങ്കിൽ ഈ പി വേവ് നോർമൽ ആയിട്ട് എങ്ങനെയാ, അതിന്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. ആ പി വേവ് അബ്നോർമൽ ആയിട്ടുള്ള പി വേവ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. നോർമൽ ആയിട്ടുള്ള QRS എന്താന്ന് നോക്കണം, അബ്നോർമൽ ആയിട്ടുള്ള അറിയണം. ദ ടൈം ഇവിടുന്ന് പി വേവിൽ നിന്ന് QRSലോട്ട് എത്തുന്ന സിഗ്നൽ എത്തുന്ന ടൈം നോർമൽ ആണോ എന്ന് നമ്മൾ അറിയണം. There is lots of things we need to learn, but it's not difficult. If you go systematically, it is actually easy. But it's very difficult in a live session to explain how we, each wave, how it is normal and how it is abnormal. But ഞാനൊരു presentation ഞാൻ ചെയ്തിട്ടുണ്ട് ഈയിടെ, ഒരു നോർമൽ സൈനസ് ബീറ്റും അബ്നോർമാലിറ്റീസ് ഓഫ് ദ പി വേവ്സ്, ഓൾ ദീസ് വേവ്സ്. ഞാൻ ആഫ്റ്റർ ഈ സെഷൻ, ലൈവ് സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഇത് അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആ പ്രസന്റേഷൻ ഒന്ന് ഗോ ത്രൂ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ നിങ്ങൾക്കത് സ്ലൈഡ്സ് ആണ്, അപ്പൊ നിങ്ങൾക്കത് ഗോ ത്രൂ ചെയ്യാം. മേ ബി നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് ECG യെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ്, എന്തെങ്കിലും എന്നോട് ആസ്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് സ്പെഷ്യലായിട്ട് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഫോൺ വിളിക്കാം. ഐ എം ഹാപ്പി ടു ഹെൽപ്പ്. ഇപ്പം ECG ഈസ് ദ കീ തിങ്. നമ്മൾക്ക് ഒരു കാർഡിയാക് നേഴ്സ് ആവണമെങ്കിൽ നമ്മൾക്ക് ECG യെ കുറിച്ച് ഒരു ഗുഡ് നോളജ് ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾക്ക് പറ്റത്തില്ല. ഇപ്പൊ ECG ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു പേഷ്യന്റിന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. സോ ഇഫ് യു നോ the ECG and the coronary arteries, which artery supplies to which area of the heart, and which leads of the ECG, looking that area, നമ്മൾക്ക് ECG നോക്കി പറയാൻ പറ്റും ആ പേഷ്യന്റിന് ഏത് ബ്ലഡ് വെസലാ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതെന്ന്. because coronary arteries എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ there are mainly 3 arteries mainly 2 arteries. One artery for the right side, that is called right coronary artery, and one coronary artery for the left side, that is called the left coronary artery. And the right coronary artery, which branches off goes down to the marginal and to the posterior descending artery, and the left coronary artery branches to the left main, that is very the main one, then which branches off to the left anterior descending and the circumflex artery. So if we know which artery supplies to which area of the heart and which leads of the ECG is looking at that area, it's easy. I know ഞാൻ പറയുമ്പോൾ ഇത് സിമ്പിൾ ആണ്, എന്റെ ഇയേഴ്സ് ഓഫ് എന്റെ ലേണിംഗ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര സിമ്പിൾ ആയിട്ട് നിങ്ങളോട് പറയുന്നത്. പക്ഷെ നിങ്ങൾക്കൊന്നും അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ if you make your mind up and if you make the right decision and if you get with the right help. ഇപ്പൊ അതിപ്പോ നമ്മുടെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ, ഇപ്പൊ നോക്കാം, നമ്മുടെ ഈ കേരള നഴ്സസ് UK എന്തോരം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സസ് ഉണ്ട്. നമ്മൾ അവരെ മേക്ക് യൂസ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ഓർക്കും, ചിലപ്പോൾ ഞാൻ തന്നെ ഓർത്തിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ചിലപ്പോൾ പേടിയുള്ളത് കൊണ്ടായിരിക്കും എനിക്കൊരു മാനേജ്മെന്റ് റോളാണ് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തത്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാനേജർ സ്കിൽ എനിക്കില്ല. പക്ഷെ മേ ബി എനിക്ക് ഒരു റൈറ്റ് മെന്റർ ഉണ്ടെങ്കിൽ ചിലപ്പം നമ്മുടെ വർക്ക് പ്ലേസിൽ നമുക്ക് സംടൈംസ് നമുക്കത് ഹാർഡാണ് ഫൈൻഡ് ചെയ്യാൻ. നമുക്ക് ലോട്ട്സ് ഓഫ് ഡിഫറെന്റ് റീസൺസ്. നമുക്ക് ചിലപ്പോൾ റൈറ്റ് സപ്പോർട്ട് കിട്ടത്തില്ലായിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് മെന്റർ കിട്ടത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ കേരള നഴ്സസ് UK ഇഷ്ടം പോലെ എക്സ്പേർട്ട് ആയിട്ടുള്ള നഴ്സസ് ഉണ്ട്. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ടോക്ക് ചെയ്യുക, നമ്മൾ അവരെ യൂസ് ചെയ്യുക, അവരുടെ എക്സ്പേർട്ട് സ്കിൽസ് നമ്മുടെ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആക്കി എടുക്കുക. എന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലും അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ കുറച്ചു പേരോടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ എക്സ്പീരിയൻസസ് ഞാൻ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഗോൾ നമ്മൾക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ ഗോൾ നമ്മൾക്ക് ആയിക്കഴിഞ്ഞാൽ അതിലോട്ടുള്ള ആ പാത്തിൽ നമ്മൾക്ക് ഹെൽപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ സെഷന്. നിങ്ങൾക്ക് ഉപകാരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് പലതും എന്റെ എക്സ്പീരിയൻസ് ചെയ്യുന്ന, അതിപ്പോ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണോ
അത് ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടോ അതെനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിലുണ്ടായ കുറച്ച് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ എങ്ങനെ എനിക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഞാൻ എന്ത് ബാഡ് ഡിസിഷൻ എടുത്തിട്ട് എനിക്ക് ഫർദർ പ്രോഗ്രഷൻ ചെയ്യാൻ പറ്റാതെ വന്നത് എന്തുകൊണ്ടാ, ആ ഇതിൽ നിന്നാണ് ഞാൻ ഈ കമന്റ്സ് പലതും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ അതിനകത്ത് റോങ് കമന്റ്സ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങളോട് എഗ്രി ചെയ്യില്ലാത്തവരുണ്ടായിരിക്കാം. അപ്പോളജീസ് ഫോർ ദാറ്റ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് മോർ സജഷൻസ്, മോർ കമന്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക്, ആസ് ഐ മെൻഷൻഡ് ഏർലിയർ, നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം. എനിക്കറിയാം പിന്നെ നിങ്ങൾ കുറേ പേര് ഇതിനകത്ത് കമന്റ്സ് ഇട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. താങ്ക് യു. ഞാൻ എനി ഷോർട്ട് കോഴ്സസ് അവൈലബിൾ ഫോർ ECG? യെസ്, ഷോർട്ട് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെറിയ ചെറിയ കോഴ്സുകൾ കാണുമായിരിക്കും, ലൈക്ക് 2 days കോഴ്സ് ഓർ 3 days കോഴ്സ് ഓഫ് ECG ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ദാറ്റ് ഈസ് എ ഗുഡ് വൺ ടു സ്റ്റാർട്ട്. പിന്നെ നമ്മൾ ഒരു ECG എടുത്താൽ ഓൾവേസ് നമ്മൾ അത് ട്രൈ ടു, ഇപ്പോൾ ഒരു കാര്യമാണ് നമ്മൾക്ക് അതിനകത്ത് റിക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ അത് നമ്മൾ അത് ചെയ്യുക, അത് നമ്മൾ ട്രൈ ടു ലേൺ ചെയ്യുക, ആൻഡ് യു ഡു ഇറ്റ് മോർ ആൻഡ് മോർ. പിന്നെ കോഴ്സ്, നെക്സ്റ്റ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏർലിയർ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള 6 months കോഴ്സ്. നിങ്ങൾക്ക് 1 study day ഒരു വീക്കിൽ വെച്ച് മേ ബി ഫോർ 3 months, maybe 6 lessons, maybe you have university learning and you have some placement learning. നമ്മുടെ മെന്ററിന്റെ കൂടെ ECG ഇന്റർപ്രറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഉള്ള പ്രാക്ടീസ് നേടുക. പിന്നെ 12 days ECGക്ക് എനിക്ക് തോന്നുന്നു ഒരു essay എഴുതേണ്ടി വരും. പിന്നെ യു നീഡ് ടു ഡു അൻ അസസ്മെന്റ്, ECG അസസ്മെന്റ് ഇൻ റിയൽ. ഓസ്കി ആയിട്ടാണോ എന്ന് ഞാൻ ചെയ്തിട്ട് ഒത്തിരി നാളായി, സോ ഐ മേ ബി റോങ് ഇൻ ദാറ്റ് കേസിൽ. ബട്ട് ഡെഫിനറ്റ്ലി യു നീഡ് ടു സബ്മിറ്റ് അൻ എസ്സേ. അതിനകത്ത് ECG സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. But it is actually easy, and that course really help you. If anyone wants to go to cardiology, if you want a job role in cardiology, that is the first thing to do, a 12 lead ECG course. നിങ്ങളുടെ വാർഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ മേ ബി ട്രൈ ടു ഡു ദാറ്റ് ഫ്രം യുവർ സൈഡ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ എങ്കിൽ ഞാനായിരുന്നെങ്കിൽ എനിക്ക് റിയലി വാണ്ട് ടു ഡു എങ്കിൽ മേ ബി ഐ വുഡ് ഹാവ് ട്രൈഡ് ദാറ്റ്. സോ ഞാൻ ഈ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഒത്തിരി Band 5 and Band 6 നഴ്സസ് ഉണ്ട്. അവർക്കെല്ലാം ഓൾ ദ ബെസ്റ്റ് ഫോർ ദയർ കരിയർ പ്രോഗ്രഷന്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് ഇൻ കാർഡിയോളജിയിലോ എന്തെങ്കിലും നിങ്ങൾക്ക് മോർ സെഷൻസ് വേണമെങ്കിൽ യു ക്യാൻ ഓൾവേസ് കമന്റ്, യു ക്യാൻ കമന്റ് ഇൻ Kerala Nurses UK and I can do that. എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാനൊരു ലാസ്റ്റ് ഒരു couple of months ആയിട്ട് CCയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്രാക്ടീസ് എഡ്യൂക്കേറ്റർ ആയിട്ട്. സോ ഇറ്റ്സ് നോട്ട് ആൻ എക്സ്ട്രാ വർക്ക് ഫോർ മീ, ഇറ്റ്സ് ഓൺലി ആസ് എ പാർട്ട് ഓഫ്. ഞാനിപ്പോൾ അവിടെ ഒരു പ്രസന്റേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഡു ദാറ്റ് ഫോർ യു. ECGയുടെ ആകുമ്പോഴാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട്. പക്ഷെ ഇഫ് യു വാണ്ട് സെഷൻ അബൌട്ട് ബ്ലഡ് പ്രഷർ, യെസ് ഇറ്റ് ഈസ് ഈസി. എനിക്ക് അതിനകത്ത് ECG ഒന്നും ഗോ ത്രൂ ചെയ്യേണ്ട, ഷെയർ ചെയ്യേണ്ട. ഇറ്റ്സ് മോർ ലൈക്ക് ചാറ്റ്, സോ വി ക്യാൻ ഡു ദാറ്റ് ഇൻ ലൈവ്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും മോർ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ്. ആൻഡ് താങ്ക് യു ഓൾ ഫോർ ജോയിനിങ് മീ. ഓക്കെ, താങ്ക് യു.